രണ്ടാം മാറാട് കലാപം നടന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി ആന്റണി തന്റെ മന്ത്രിസഭയിലെ രണ്ടാം നമ്പറുകാരനായ കുഞ്ഞാലിക്കുട്ടിയെയും കൂട്ടി മാറാട് കടപ്പുറം സന്ദർശിക്കാൻ വേണ്ടി പോയത് ഓർമ്മയില്ലേ? ഈ ആളുകളെ തടഞ്ഞുകൊണ്ട് RSSന്റെ പ്രവർത്തകര് പറഞ്ഞത്, മുഖ്യമന്ത്രിക്ക് പോകാം, കുഞ്ഞാലിക്കുട്ടിയെ ഞങ്ങൾ കാലുകുത്താൻ അനുവദിക്കില്ല ഇവിടെ. അവസാനം തല താഴ്ത്തി കുഞ്ഞാലിക്കുട്ടി സാഹിബിന്, മുസ്ലിം ലീഗിന്റെ നിയമസഭ പാർട്ടി ലീഡർക്ക്, അന്നത്തെ മന്ത്രിസഭയിലെ രണ്ടാം നമ്പറുകാരന് അപമാനിതനായി തിരിച്ചു പോകേണ്ടി വന്നു. RSSന്റെ തിട്ടൂരത്തിന് വർഗീയ കലാപം നടന്ന സ്ഥലം സന്ദർശിക്കാൻ കുഞ്ഞാലിക്കുട്ടിയെ അനുവദിക്കാൻ പോലും ആന്റണിക്ക് സാധിച്ചില്ല. അതിന്റെ ദിവസങ്ങൾ കഴിഞ്ഞാണ് അന്നത്തെ CPIMന്റെ പാർട്ടി സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ VKC മുഹമ്മദ് കോയയെ വലത്തുഭാഗത്തും ഇളമരം കരീമിനെ ഇടതുഭാഗത്തും നിർത്തി മാറാട് പ്രദേശം സന്ദർശിക്കാൻ വേണ്ടി പോയത്. ആന്റണിയെ തടഞ്ഞ അതേ ആളുകൾ അന്നത്തെ CPIMന്റെ സെക്രട്ടറി പിണറായി വിജയനെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാം സഖാവേ, VKC മുഹമ്മദ് കോയയും ഇളമരം കരീമും തിരിച്ചു പോകണം. അവരുടെ തിട്ടൂരത്തിന് നിന്നുകൊടുത്തോ? പിണറായി വിജയൻ ഈ രണ്ടു പേരെയും രണ്ട് കൈകൊണ്ട് കൂട്ടിപ്പിടിച്ച് വരൂ എന്ന് പറഞ്ഞു പോയി. മാറി നിൽക്കടോ എന്ന ശബ്ദത്തിന് മുന്നിൽ RSSകാർ മാറി നിന്നു. കലാപബാധിത പ്രദേശം സന്ദർശിച്ചാണ് മടങ്ങിയത്. അതാണ് കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിന്റെ ചരിത്രത്തിൽ തുടർച്ചയായി രണ്ടാം ഊഴം കിട്ടിയ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന വിശേഷണം സഖാവ് പിണറായി വിജയന് മാത്രം അവകാശപ്പെട്ടതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന സമയത്ത് എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളും പ്രകടനങ്ങളുമാണോ നമ്മളുടെ സംസ്ഥാനത്ത് നടന്നത്, സമാനമായ കാട്ടിക്കൂട്ടലുകൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ മറവിൽ സ്വർണം കടത്തി എന്നായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് UDF രാജ്യവ്യാപകമായി നടത്തിയ കുപ്രചരണം. എന്നാൽ അതിലൊന്നുമില്ല എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായി. എന്തൊക്കെ കോലാഹലങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സംസ്ഥാനത്ത് നടന്നത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വ്യാപകമായ കുപ്രചരണങ്ങൾ സംഘടിതവും ആസൂത്രിതവുമായി സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നു. അവസാനം എല്ലാ ഏജൻസികളും തലകുത്തി നിന്ന് അന്വേഷിച്ചിട്ടും ഒരു തരിമ്പും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അന്ന് ഞാനായിരുന്നു പ്രതിക്കൂട്ടിൽ. എന്നെ കേന്ദ്രീകരിച്ചായിരുന്നു വലിയ തോതിലുള്ള കള്ളപ്രചാര വേലകൾ നടന്നത്. എല്ലാ അന്വേഷണങ്ങളും എല്ലാ ഏജൻസികളും നടത്തി. കസ്റ്റംസ് അന്വേഷിച്ചു, ED അന്വേഷിച്ചു, NIA അന്വേഷിച്ചു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിച്ചാൽ ഒരു 10 രൂപയെങ്കിലും പിഴയായിട്ട് ബന്ധപ്പെട്ട ഏജൻസികൾ ചുമത്തും. നോക്കി വരുമ്പോ നോക്കിയതെന്തോ അതിനാവില്ല, മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കാകും പിടിക്കപ്പെടുക. അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പിഴ ചുമത്തപ്പെട്ട ആളുകൾ നമ്മളുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ട്. ആ നിലക്ക് എന്തെങ്കിലും തരത്തിലുള്ള പിഴകൾ 1 രൂപ അങ്ങനെ ചുമത്തപ്പെട്ടതായി ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ആരുടെയെങ്കിലും മേൽ? മുഖ്യമന്ത്രിയുടെ മകന് 2 വർഷം മുമ്പ് ED നോട്ടീസ് അയച്ചു എന്നാണ് ഇപ്പോഴുള്ള കണ്ടെത്തൽ. മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു മകനുള്ള വിവരം സത്യത്തിൽ ജനങ്ങൾ അറിയുന്നത് പോലും, വ്യാപകമായിട്ട് അറിയുന്നത് പോലും ഇപ്പോഴല്ലേ. ED നോട്ടീസ് അയച്ചു, ശരി. അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടെത്തിയോ? അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പിഴ ചുമത്തിയോ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ED നോട്ടീസ് അയച്ചിട്ടുണ്ടല്ലോ. 2 ദിവസം പാണക്കാട്ട് വന്ന് ED ഉദ്യോഗസ്ഥന്മാർ തങ്ങളെ ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് നാട്ടിലെ പത്രക്കാരെ വിളിച്ചറിയിച്ചോ, ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന് ED നോട്ടീസ് അയച്ചിട്ടുണ്ട്, അവരന്വേഷിക്കാൻ വേണ്ടി ഇന്ന ദിവസം വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്? ആരെങ്കിലും അറിഞ്ഞിരുന്നോ ആ കാര്യം? ചന്ദ്രിക മുഖേന കോടിക്കണക്കിന് രൂപ കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനാണ് ഒരു ദിവസം വെളിപ്പെടുത്തിയത്. അത് തുടർന്നാണ് ആളുകൾ അത് അറിയുന്നത്, തങ്ങളെ ED വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം. 100 കണക്കിന് ആളുകൾക്ക് ED പല കേസുകളിലുമായിട്ട് നോട്ടീസ് അയക്കും, അവരെ വിളിച്ചു വരുത്തും, അന്വേഷിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമം മാത്രമാണ്. ആ നടപടിക്രമത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് 1 രൂപ ഫൈൻ ചുമത്തിയിട്ടുണ്ടെങ്കിൽ, പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അത് പുറത്തു പോകില്ലേ? ED ഓഫീസിൽ അതൊക്കെ ഒറ്റുകൊടുക്കാൻ ആളുകൾ ഉണ്ടാകും. എന്തേ ഒറ്റുകൊടുത്തില്ല? അങ്ങനെ ഉണ്ടാകാത്തത് കൊണ്ട് ഒറ്റുകൊടുത്തില്ല. ചന്ദ്രിക കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള കേസിൽ 8 കോടി രൂപയാണ് EDക്ക് കെട്ടേണ്ടി വന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല ഇത്. ആ കേസിൽ നിന്ന് ചന്ദ്രിക ഊരിപ്പോന്നത്
8 കോടി രൂപ പിഴ കെട്ടിയിട്ടാണ്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ 2 ദിവസം ED ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്തു. ഇപ്പോഴിതാ 1-ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തെ സ്വർണ്ണക്കടത്ത് വിവാദം പോലെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം 2-ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് എടുത്തു പയറ്റുകയാണ് UDF-ഉം UDF-നെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ ഭരണത്തിൽ കൊണ്ടുവരണമെന്ന് ശപഥം ചെയ്തിരിക്കുന്ന ചില പത്രമാധ്യമങ്ങളും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം എങ്ങനെ ഉണ്ടായതാണ്, ആരുണ്ടാക്കിയതാണ് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമലയിൽ പരിമിതമായ അധികാരം മാത്രമേ സംസ്ഥാന സർക്കാരിനുള്ളൂ. അവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി വകവെച്ച് നൽകുന്നുണ്ട്. റോഡിന്റെ പ്രവർത്തനം, മറ്റു ഭൗതിക സാഹചര്യങ്ങളുടെ വിപുലപ്പെടുത്തൽ, ഇതൊക്കെ സംസ്ഥാന സർക്കാർ നടത്തുന്നു. ഹൈക്കോടതിയാണ് ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗ മേഖലയിൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നത്. ദേവസ്വം ബോർഡുണ്ട്. ആ ദേവസ്വം ബോർഡിന്റെയും പ്രവർത്തനം പരിമിതമാണ്, അധികാരം പരിമിതമാണ്. ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അപ്രമാദിത്വമാണ് ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളായി നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ നിലനിൽക്കുന്നത്? കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിന് മുൻപ് ശബരിമലയുമായി ബന്ധപ്പെട്ട ആരാധനാക്രമങ്ങൾ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ശബരിമല സംരക്ഷിച്ചു പോരുകയും അതിന്റെ ആചാരങ്ങൾ നിവർത്തിച്ചു പോരുകയും ചെയ്തിരുന്ന രാജകുടുംബം സർക്കാരുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു. അത് 1950-ലാണ്. 1957-ലാണ് നമ്മളുടെ സംസ്ഥാനം രൂപീകൃതമാകുന്നത്. നമ്മളുടെ സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് 7 വർഷം മുമ്പ് ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന രാജകുടുംബാംഗം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മദിരാശി സർക്കാരുമായി, തിരുകൊച്ചി സർക്കാരുകളുമായി കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി. അതേ തുടർന്നാണ് ഹൈക്കോടതിക്ക് പരമാധികാരം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉളവായത്. നമ്മളൊക്കെ വിചാരിക്കും അവിടെ സർക്കാരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുന്നത്. അവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ, ഒരു പൂച്ചക്കുട്ടിക്ക് അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുവാദം വേണം. അതുകൊണ്ടാണ് NSS-ഉം SNDP-യും ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ സർക്കാരിന്റെ നിലപാടിനോട് യോജിച്ചത്. കാരണം അവർക്കറിയാം ഗവൺമെന്റിന് ഇത്യാദി കാര്യങ്ങളിൽ വളരെ പരിമിതമായിട്ടുള്ള അധികാരങ്ങളെ ഉള്ളൂ. ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഗവൺമെന്റിന് ആരെ പേടിക്കാൻ? ദേവസ്വം ബോർഡിന് ആരെ ഭയപ്പെടാൻ? എന്തെങ്കിലും ചെയ്തിട്ടുള്ളവർക്കല്ലേ ഭയപ്പെടേണ്ടതുള്ളൂ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം നടക്കട്ടെ. കുറ്റവാളികൾ ആരായാലും അവരെ വെറുതെ വിടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ ചെയർമാനും അങ്ങനെ തന്നെ അഭിപ്രായപ്പെട്ടു. അതൊന്നും പക്ഷേ പ്രതിപക്ഷത്തിന് പ്രശ്നമല്ല. അവര് നാട്ടിൽ 1-ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് ഖുർആന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന കള്ളപ്രചരണം നടത്തിയതുപോലെ ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളി എടുത്തുകൊണ്ടുപോകപ്പെട്ടിരിക്കുന്നു, സ്വർണം കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന കുപ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് ജനങ്ങളെ തെരുവിലിറക്കുകയാണ്. ദേവസ്വം ബോർഡ് ഒരു അയ്യപ്പ സംഗമം നടത്തുകയുണ്ടായി. പമ്പയിൽ വെച്ച് നടത്തിയ അയ്യപ്പ സംഗമത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്തു. ശബരിമല ലോകത്ത് പരിചയപ്പെടുത്തപ്പെടേണ്ട ഒരു വലിയ സന്നിധാനമാണ്. മതമൈത്രിയുടെ, കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമാണ് ശബരിമല. ഞാൻ ശബരിമലയിൽ പോയിട്ടുണ്ട്. തദ്ദേശ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി എന്നുള്ള നിലയിൽ അവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, ശുചീകരണ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മല കയറി സന്നിധാനത്തിലെത്തി ഒരു ദിവസം രാത്രി അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അതിനൊന്നും യാതൊരു തരത്തിലുള്ള നിരോധനവും ശബരിമലയിൽ നിലവിലില്ല. അയ്യപ്പസ്വാമി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോ അദ്ദേഹത്തിന് മുഖാമുഖം വാവരുസ്വാമി, ഒരു മുസ്ലിം അയ്യപ്പനെ തിരിഞ്ഞിരിക്കുകയാണ്. ഇരുവരും മുഖാമുഖം ഇരിക്കുന്നത് പോലെ തോന്നും. വാവരുസ്വാമിയുടെ നടയും അയ്യപ്പസ്വാമിയുടെ സന്നിധാനവും കണ്ടാൽ ആ മതമൈത്രിയുടെ ചരിത്രം ലോകത്ത് പ്രചരിപ്പിക്കപ്പെടണം. ലോകത്തൊരു പക്ഷേ ഒരു ക്ഷേത്രത്തിലും ഒരു ആരാധനാലയത്തിലും ഒരേ സമയം ഗീതാമന്ത്രങ്ങളും വിശുദ്ധ ഖുർആനിലെ ഉദ്ധരണികളും ഒരുമിച്ച് ചൊല്ലപ്പെടുന്ന സ്ഥലം വേറെ ഉണ്ടാവില്ല. 18-ാം പടി കയറി അയ്യപ്പനെ ദർശിച്ച് നേരെ അയ്യപ്പ ഭക്തന്മാര് വരുന്നത് വാവരുസ്വാമിയുടെ സന്നിധാനത്തിലേക്കാണ്. അവിടെ വാവരുടെ പിന്മുറക്കാരനായിട്ടുള്ള ഏറ്റവും പ്രായം ചെന്നയാൾ ഒരു തൊപ്പി വെച്ച്
ഫാത്തിഹ സൂറത്തോതി അവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് കൽക്കണ്ടവും കുരുമുളകും ദക്ഷിണയായിട്ട് നൽകുകയാണ്. അത് വാങ്ങി ഭക്ത്യാദരപൂർവം അയ്യപ്പ ഭക്തന്മാർ അവരവരുടെ വീടുകളിലേക്ക് യാത്രയാവുകയാണ്. ഈ മതമൈത്രിയുടെ സന്ദേശം ലോകത്തെ അറിയിക്കണം, അതാണ് കേരളത്തിന്റെ സംസ്കാരം എന്നുള്ളത് ഉദ്ഘോഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. അത് ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രിയെ ദേവസ്വം ബോർഡ് ക്ഷണിച്ചു. മുഖ്യമന്ത്രി പോയി ഉദ്ഘാടനം ചെയ്തു. NSSന്റെ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തു. SNDPയുടെ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തു. ഹൈന്ദവ സമുദായത്തിലെ വിവിധ സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തു. അതിലെന്താണ് തെറ്റ്? അതിനെ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത്? കാലാകാലങ്ങളായി എല്ലാ വർഷവും മക്കയിലേക്ക് ഹജ്ജിന് പോകുന്ന ആയിരക്കണക്കിന് ഭക്തന്മാരെ അഭിസംബോധന ചെയ്യാറില്ലേ മുഖ്യമന്ത്രിമാർ? ഹജ്ജ് ക്യാമ്പ് മുഖ്യമന്ത്രിമാരല്ലേ ഉദ്ഘാടനം ചെയ്യാറ്? ആ ചടങ്ങിൽ മുസ്ലിം സമുദായത്തിലെ മുഴുവൻ മതസംഘടനാ നേതാക്കളെയും ക്ഷണിക്കാറില്ലേ? എല്ലാ കൊല്ലവും ആദ്യത്തെ ഹജ്ജ് ഫ്ലൈറ്റിന് ഹജ്ജിന് പോകുന്ന ഹാജിമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന, വിശ്വാസികൾ പങ്കെടുക്കുന്ന, മുസ്ലിങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങ്, ആ ചടങ്ങിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയല്ലേ നടത്താറ്? സഖാവ് പിണറായി വിജയൻ എത്ര തവണ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ആ ചടങ്ങ്? കഴിഞ്ഞ തവണ പോലും കണ്ണൂരിലെ ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയല്ലേ, പിണറായി വിജയനല്ലേ? മുസ്ലിം സമുദായത്തിലെ എല്ലാ സമുദായ നേതാക്കളും അതിൽ പങ്കെടുത്തില്ലേ? എന്താ അതിൽ നിങ്ങൾ തെറ്റ് കാണാത്തത്? അത് ശരിയാണെങ്കിൽ, അതിൽ വസ്തുതാവിരുദ്ധമായി സത്യവിരുദ്ധമായി ഒന്നുമില്ലെങ്കിൽ അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിൽ എന്ത് തെറ്റ്? നമ്മളുടെ ഹജ്ജ് ഹൗസിന് ശിലാസ്ഥാപനം നടത്തിയത് കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണല്ലോ. ഹജ്ജ് ഹൗസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പിണറായി വിജയനാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ. ആരെങ്കിലും പറഞ്ഞു മുഖ്യമന്ത്രിക്ക് അവിടെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാൻ എന്തവകാശം എന്നാരെങ്കിലും ചോദിച്ചോ? മുഖ്യമന്ത്രി മുസ്ലിമാണോ? മുഖ്യമന്ത്രി ഇസ്ലാമിക പണ്ഡിതനാണോ? ഈ ഹജ്ജാജികളുടെ യാത്രയപ്പ് ഉദ്ഘാടനം ചെയ്യാൻ എന്ന ചോദ്യം ഏതെങ്കിലും കോണിൽ നിന്ന് ഉയർന്നോ? ആരും അങ്ങനെ പറഞ്ഞില്ലല്ലോ. ക്രൈസ്തവരുടെ മാരാമൺ കൺവെൻഷൻ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചാൽ മുഖ്യമന്ത്രി പോകും, ഉദ്ഘാടനം ചെയ്യും. അതിലൊക്കെ എന്തിരിക്കുന്നു? കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധിയാണ്. അദ്ദേഹം അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തപ്പോ ഇവിടെ ചില ആളുകൾക്ക് അത് പിടിച്ചില്ല, BJPക്ക് അത് പിടിച്ചില്ല, RSSന് അത് പിടിച്ചില്ല, ചില മുസ്ലിം തീവ്രവാദി ഗ്രൂപ്പുകൾക്കും അത് പിടിച്ചില്ല. RSS അതിന് ബദലായി മറ്റൊരു അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. എന്താണ് ആ സംഗമത്തിൽ പങ്കെടുത്ത പ്രസംഗകന്മാർ പറഞ്ഞത്? വാവർ ഒരു മുസ്ലിം തീവ്രവാദിയായിരുന്നു എന്ന്. തീവ്രവാദം എന്ന് പറയുന്ന വാക്ക് ലോക മലയാള പദാവലിയിൽ സ്ഥാനം പിടിക്കുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയി എന്ന് കരുതപ്പെടുന്ന മനുഷ്യനാണ് വാവര്. വാവർ എന്ന് പറയുന്ന മുസ്ലിം തീവ്രവാദിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡ് മുതിർന്നത്. വാവര് സ്വാമിയുടെ നട എങ്ങനെയെങ്കിലും ശബരിമലയിൽ നിന്ന് ഇല്ലാതാക്കണമെന്ന് കുറെ കാലമായി RSSകാർ മോഹിക്കുന്നു, BJP ആഗ്രഹിക്കുന്നു. അത് സംരക്ഷിച്ചു നിർത്തും എന്ന നിലപാടാണ് ഇടതുപക്ഷ സർക്കാർ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ശബരിമലയുടെ മതമൈത്രിയുടെ ചരിത്രം എന്നേക്കുമായി മായ്ച്ചു കളയാൻ വേണ്ടിയാണ് RSS കോപ്പ് കൂട്ടുന്നത്. അങ്ങനെ കോപ്പ് കൂട്ടുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ അയ്യപ്പ സന്നിധിയുടെ കാര്യങ്ങൾ നോക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. ലോകത്തോട് നമ്മൾക്ക് പറയേണ്ടതുണ്ടത്. വാവര് സ്വാമിയുടെ നട ഇല്ലാതായാൽ അയ്യപ്പ സ്വാമിക്കാണ് അതുകൊണ്ടുള്ള ഏറ്റവും വലിയ കോട്ടം സംഭവിക്കുക എന്നുള്ളത് തിരിച്ചറിയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് സാധിക്കുന്നു. വിശ്വാസികളുടെ ഒരു രൂപയും ഒരു സ്ഥലത്ത് നിന്നും സർക്കാർ എടുത്തുകൊണ്ടുപോകുന്നില്ല. ഒരു ക്ഷേത്രത്തിൽ നിന്നും ഒരു ദർഗയിൽ നിന്നും ഗവൺമെന്റിലേക്ക് പണം പോകുന്നില്ല. ആ പണമൊക്കെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ വിപുലീകരണത്തിന് വേണ്ടി, ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും നവീകരണത്തിന് വേണ്ടി, ബന്ധപ്പെട്ട സമുദായങ്ങളിലെ പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമാക്കി ചെലവഴിക്കുകയാണ്. അല്ലാതെ ശബരിമലയിൽ നിന്നോ ഗുരുവായൂരിൽ നിന്നോ പുത്തമ്പള്ളിയിൽ നിന്നോ മമ്പുറത്ത് നിന്നോ ഒരു പൈസ പോലും ആരും കൊണ്ടുപോകുന്നില്ല. ഒരു ആരാധനാലയത്തിൽ നിന്നും, ഒരു ക്ഷേത്രത്തിൽ നിന്നും, ഒരു പള്ളിയിൽ നിന്നും, ഒരു ചർച്ചിൽ നിന്നും ഒരു പൈസയും സർക്കാർ എടുക്കുന്നില്ല. സർക്കാർ നിർലോഭം അവക്കൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മമ്പുറം മക്കാമിനോടനുബന്ധിച്ച് അതിമനോഹരമായിട്ടുള്ള 2 പാലങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അത് മക്കാമിൽ നിന്ന് പണമെടുത്തുകൊണ്ടാണോ സർക്കാർ ചെയ്തത്?
നിങ്ങൾ പോയി നോക്കൂ മമ്പുറം മക്കാമിൽ. അവിടെ ഒരു വലിയ പാലമുണ്ട്. അതിനു മുൻപ് ചെറിയ വാഹനങ്ങൾക്കും നടന്നു പോകാനും സൗകര്യത്തിൽ മറ്റൊരു ചെറിയ പാലവും നിർമ്മിച്ചിട്ടുണ്ട്. അത് രണ്ടും നിർമ്മിച്ചത് അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്ന് പണമെടുത്തുകൊണ്ടല്ല, സംസ്ഥാന സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ്. ശബരിമലയിലേക്ക് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്നു. അതിന് സൗകര്യമൊരുക്കി കൊടുക്കേണ്ടത് ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ ചുമതലയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കോടാനുകോടി രൂപ ചെലവിട്ടുകൊണ്ട് ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നവർക്കുള്ള ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മളുടെ സംസ്ഥാനത്ത് എല്ലാ മതവിഭാഗക്കാരുടെയും താല്പര്യങ്ങൾ പരിരക്ഷിക്കപ്പെടുന്നു ഈ സർക്കാരിന് കീഴിൽ. എല്ലാ മതവിഭാഗക്കാരോടും നീതി കാണിക്കുന്നു, ആരെയും അവഗണിക്കുന്നില്ല. മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാർ ഇപ്പൊ പറയുന്നത് എന്താണ്? അവര് പറയുന്നത് വരുന്ന ഭരണം മുസ്ലിം സമുദായത്തിന് വേണ്ടി നേടിയെടുത്തേ പറ്റൂ. കഴിഞ്ഞ 9.5 കൊല്ലത്തെ മുസ്ലിം സമുദായത്തിന് നിഷേധിക്കപ്പെട്ട നഷ്ടങ്ങൾ, അവകാശങ്ങൾ തിരിച്ചു പിടിക്കാൻ അതനിവാര്യമാണ്. എന്താണ് കഴിഞ്ഞ 9.5 വർഷത്തിനിടയിൽ മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടു? എന്ത് നഷ്ടപ്പെട്ടു എന്നാണ് മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ പറയുന്നത്? നമുക്കറിയാമല്ലോ, UDFന്റെ അവസാന ഭരണ സമയത്ത് അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നതിന്റെ തൊട്ട് അടുത്ത വർഷം 2016 മലപ്പുറം ജില്ലയിൽ 35,000 കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അഡ്മിഷൻ കിട്ടാതെ തേരാപ്പാര നടക്കുകയായിരുന്നു. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കഴിഞ്ഞ 9.5 കൊല്ലം അത് കുറച്ച് കൊണ്ടുവന്നു. സ്ഥാപനങ്ങൾ അനുവദിച്ചു, സ്കൂളുകൾ പുതിയതായിട്ട് തുടങ്ങി. ഈ വർഷം +1 അഡ്മിഷൻ കിട്ടുന്നില്ല കുട്ടികൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് MSF ഒരു സമരം നടത്തിയോ? യൂത്ത് ലീഗ് നടത്തിയോ ഒരു സമരം? നടത്തേണ്ടി വന്നില്ല. കാരണം 10ാം ക്ലാസ് പാസ്സായ മുഴുവൻ കുട്ടികൾക്കും +1 അഡ്മിഷൻ നമ്മളുടെ ജില്ലയിൽ പൂർത്തിയാക്കിയില്ലേ? പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ അത്. വിദ്യാഭ്യാസ രംഗത്ത് ഒരു നഷ്ടവും മുസ്ലിം സമുദായത്തിന് ഈ 9.5 കൊല്ലത്തിനിടയിൽ ഉണ്ടായി എന്ന് ലീഗിന് അഭിപ്രായമുണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടെ. എത്ര കോഴ്സുകൾ കൊടുത്തു അപേക്ഷിച്ചവർക്ക് മുഴുവൻ? ഞാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രിയായിരുന്നല്ലോ, എനിക്കറിയാം. നമ്മളുടെ ഈ ചുറ്റുവട്ടത്തുള്ള മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളിൽ അടക്കം, KR കോളേജിൽ ഉൾപ്പെടെ അവരപേക്ഷിച്ച എല്ലാ കോഴ്സുകൾക്കും അനുമതി നൽകിയില്ലേ? എയ്ഡഡ് കോഴ്സുകൾ കൊടുത്തപ്പോ തുടക്കത്തിലുള്ള ഒരു കോളേജ് ആയിരുന്നിട്ട് പോലും ശിഹാബ് തങ്ങളുടെ പേരിൽ ആദവനാട്ട് പ്രവർത്തിക്കുന്ന കോളേജിൽ ഒരു എയ്ഡഡ് കോഴ്സ് അനുവദിച്ചില്ലേ? ഒരാളോടും ഒരു തരത്തിലുള്ള വിവേചനവും ഇടതുപക്ഷ സർക്കാർ കാണിച്ചിട്ടില്ല. എല്ലാ വിഭാഗം ആളുകളോടും നീതി കാണിച്ചു. മുസ്ലിം ലീഗിന്റെ 4-5 ആളുകൾക്ക് മന്ത്രിയാകാൻ പറ്റിയില്ല എന്നുള്ള നഷ്ടമല്ലാതെ മറ്റെന്ത് നഷ്ടമാണ് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? നാടിന്റെ പൊതുവികസനം, ആ പൊതുവികസനം എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലേ? ദേശീയപാതയുടെ വീതി കൂട്ടി 4-5,000 ഏക്കർ സ്ഥലം അക്വയർ ചെയ്തു. അത് മുഴുവൻ അക്വയർ ചെയ്തതിന് ശേഷം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സമർപ്പിച്ചു. UDFന്റെ ഭരണകാലത്ത് 1 ഇഞ്ച് സ്ഥലം ഏറ്റെടുക്കാൻ കേരളത്തിൽ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയൽ പൂട്ടിവെച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസ് തിരുവനന്തപുരത്ത് പൂട്ടിച്ച് അതിന്റെ താക്കോലുമായി ഡൽഹിയിലേക്ക് അവരെ പറഞ്ഞയച്ചതാണ്. പിണറായി ഗവൺമെന്റ് ആദ്യം ചെയ്തത് അവരെ തിരിച്ചു വിളിച്ചു. എന്തൊക്കെ പ്രക്ഷോഭങ്ങളാണ് നമ്മളുടെ നാട്ടിൽ ദേശീയപാതയുടെ ഏറ്റെടുപ്പുമായിട്ട് നടന്നത് നമുക്കറിയാമല്ലോ. UDFകാര് ആളുകളെ പോയി തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. പൈസ കിട്ടില്ല, പണം തന്നാൽ മാത്രമേ നിങ്ങൾ സ്ഥലം വിട്ടുകൊടുക്കാൻ പാടുള്ളൂ. പൈസ കിട്ടില്ല, എന്നാലും പൈസ കിട്ടില്ല. വീടുകൾ നഷ്ടപ്പെടുന്നവരെ, പറമ്പുകൾ നഷ്ടപ്പെടുന്നവരെ മുഴുവൻ ഭയപ്പെടുത്തിയില്ലേ? എത്ര സംഘടനകളായിരുന്നു സമരരംഗത്ത് ഉണ്ടായിരുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ, SDPI പോലെയുള്ള സംഘടനകൾ, RSSും BJPയും വേറൊരു ഭാഗത്ത്, ലീഗും കോൺഗ്രസും മറ്റൊരു ഭാഗത്ത്. അങ്ങനെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദേശീയപാതക്ക് സ്ഥലമേറ്റെടുക്കുന്നതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളുടെ കുത്തൊഴുക്കായിരുന്നില്ലേ? എന്നിട്ടും 4,500 ഏക്കർ സ്ഥലം, 100 കണക്കിന് വീടുകൾ ഇല്ലാതാക്കി, കെട്ടിടങ്ങൾ ഇല്ലാതാക്കി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണോ? നിങ്ങൾ എഴുതി വെച്ചോളൂ, കേരളത്തിന്റെ ചരിത്രം എഴുതി വെച്ച് കഴിഞ്ഞു. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചെങ്കൂറ്റവും ചങ്കുറപ്പുമില്ലായിരുന്നു എങ്കിൽ ഈ ദേശീയപാത ഇവിടെ യാഥാർത്ഥ്യമാകുമായിരുന്നില്ല. സ്ഥലം പോകുന്ന മുഴുവൻ ആളുകളെയും സർക്കാർ വിളിച്ചുകൂട്ടി. അവരോട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥലത്തിന് ഇത്ര രൂപയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് വീട് നഷ്ടപ്പെടുമെങ്കിൽ ആ വീടിന്
പുതിയ വീടുണ്ടാക്കാൻ ഇത്ര ലക്ഷം രൂപയാണ് ഗവൺമെന്റ് തരിക. വീടുണ്ടാക്കുന്നത് വരെ നിങ്ങൾക്ക് താമസിക്കാൻ വാടക വീട്ടിൽ വാടക കൊടുക്കാൻ ഗവൺമെന്റ് പണം തരും. നിങ്ങളുടെ വസ്തുവകകളിൽ ഒരു തെങ്ങുണ്ടെങ്കിൽ ആ തെങ്ങിന് നഷ്ടപരിഹാരം നൽകും സർക്കാർ. ഒരു വെണ്ടയുടെ തൈ നിങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിന് നഷ്ടപരിഹാരം നൽകും സർക്കാർ. വേപ്പിന്റെ തൈയിന് പോലും നഷ്ടപരിഹാരം കൊടുത്തു ഗവൺമെന്റ്. അങ്ങനെ കൈ നിറയെ പണം കിട്ടി. ആളുകൾ പറഞ്ഞു നിങ്ങൾ എടുത്തോളൂ, എത്ര വേണമെങ്കിലും എടുത്തോളൂ. അങ്ങനെ ഒരു മനുഷ്യന്റെ ഒരു കുടുംബത്തിന്റെ കണ്ണീര് വീണ് കുതിരാത്ത മണ്ണിലൂടെയാണ് 5000 ഏക്കർ സ്ഥലം പിണറായി വിജയൻ ഏറ്റെടുത്തത് എന്നുള്ളത് മറന്നു പോകരുത് ആരും. നന്ദി കാണിച്ചില്ലെങ്കിലും നന്ദികേട് കാണിക്കരുത് ഇടതുപക്ഷ സർക്കാരിനോട്. ഈ ഹൈവേ ഇപ്പോ വന്നപ്പോ 45 മിനിറ്റ് മതി ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക്. ഒന്ന് പോയി നോക്ക്. 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുത്തിരുന്ന യാത്ര ഇന്ന് 45 മിനിറ്റ് കൊണ്ട് നമുക്ക് നടത്താൻ സാധിക്കുന്ന സ്ഥിതി ആരാ ഉണ്ടാക്കിയത്? ഉമ്മൻചാണ്ടിയാണോ? UDF ആണോ? കുഞ്ഞാലിക്കുട്ടിയാണോ? 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇത് പണി ആരംഭിച്ചത്. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇപ്പോ നമ്മൾ ആ റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ പറയുന്നതല്ലല്ലോ, നമ്മൾ പോകുന്നുണ്ടല്ലോ അതിലൂടെ. ഫ്ലൈ ഓവറുകൾ, അടിപ്പാതകൾ, ഇതെല്ലാം തന്നെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ ആവശ്യമനുസരിച്ച് പണിതു. അപ്പോഴാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പ്രശ്നം ഉയർന്നു വരുന്നത്. വട്ടപ്പാറയുടെ മുകളിൽ വന്ന് CI ഓഫീസിന്റെ അവിടെ നമ്മളുടെ സർവീസ് റോഡ് നിൽക്കുകയാണ്. വട്ടപ്പാറയുടെ അടിയിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സർവീസ് റോഡ് അവസാനിക്കുകയാണ്. വലതു ഭാഗത്തേത്, ഇടതു ഭാഗത്തെ സർവീസ് റോഡ് ഉണ്ട് താനും. ഇതൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളുമായി അതുപോലെ തന്നെ അവിടുത്തെ MLA-മാരുമായി MP-മാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ നിയമസഭയിൽ ഈ വിനീതൻ ഇത് സംബന്ധമായി ഒരു സബ്മിഷൻ അവതരിപ്പിച്ചപ്പോ മന്ത്രി പറഞ്ഞ മറുപടി അവിടേക്ക് സർവീസ് റോഡുകൾ ഉണ്ടാവില്ല എന്നുള്ള വിവരം നേരത്തെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു എന്നാണ്. ഞാൻ തവനൂരിലെ MLA ആണല്ലോ. നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്ക്. തവനൂർ നിയോജക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ആ കവാടത്തിൽ ഭാരതപ്പുഴ ഇവിടെ നിന്ന് നമ്മൾ മുറിച്ചു കടന്ന് മിനി പമ്പ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോ നിങ്ങൾ അവിടെ ഹൈവേയുടെ മുകളിലൂടെ ഒരു ഫ്ലൈ ഓവർ കാണും. ഹൈവേയുടെ മുകളിലൂടെ ഒരു ഫ്ലൈ ഓവർ, ഒരു PWD റോഡ് പോലുമല്ല, ഐഡിയൽ സ്കൂളിലേക്ക് പോകുന്ന തദ്ദേശ സ്ഥാപന റോഡിനാണ് ആ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിരിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ പോയി നോക്ക്. അതിലൂടെ നിങ്ങളൊന്ന് കയറി സഞ്ചരിച്ചു നോക്ക്. കാത്തുനിന്നു ഉദ്യോഗസ്ഥന്മാരെ. എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ഞങ്ങൾ പഠിച്ചു. അവിടെ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് നിർദ്ദേശിച്ചു. അങ്ങനെ നിർദ്ദേശിക്കാൻ നമ്മളുടെ ഈ പ്രദേശത്തൊരു നാഥനുണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് സർവീസ് റോഡ് CI ഓഫീസിന്റെ അവിടെ വന്ന് നിൽക്കുകയും വട്ടപ്പാറയുടെ അടിയിൽ അവസാനിക്കുകയും ചെയ്യുന്നത്. ഇനി പുതിയ സ്ഥലം ഏറ്റെടുത്ത് അതിലൂടെ ഈ സർവീസ് റോഡ് ബന്ധിപ്പിക്കണം. അതിനുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ നോക്കിയിരുന്നു എങ്കിൽ മിനി പമ്പയിലെ തവനൂരിലെ ഫ്ലൈ ഓവർ പോലെ ഐഡിയൽ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചതാണത്. ശക്തമായി MLA എന്നുള്ള നിലയിൽ ഞാൻ ഇടപെട്ടതിന്റെ ശേഷം ഉണ്ടായിട്ടുള്ളതാണത്. അങ്ങനെയുള്ള മാർഗങ്ങളെ സംബന്ധിച്ച് ഇവിടെ ആലോചിക്കാമായിരുന്നല്ലോ. കുറച്ചുകൂടി സ്ഥലം നേരത്തെ തന്നെ ഏറ്റെടുത്ത് സർവീസ് റോഡ് യാഥാർത്ഥ്യമാക്കാമായിരുന്നല്ലോ. എന്തേ നോക്കുകുത്തികളെ പോലെ നിങ്ങൾ നോക്കി നിന്നു? നാട്ടിലെ ജനങ്ങളുടെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ടായിരുന്നോ അത്? ദേശീയപാതയുടെ വികസനം നമ്മളുടെ രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ, നമ്മളുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു സുവർണാധ്യായമായി രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഗെയിൽ വാതക പൈപ്പ് ലൈൻ അതും യാഥാർത്ഥ്യമായില്ലേ? അതിനെതിരായിട്ടൊക്കെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? കുളമംഗലം ഭാഗത്തുകൂടെയല്ലേ ഇപ്പൊ അത് പോകുന്നത്? ഭൂമിക്കടിയിൽ ആ പൈപ്പിട്ട് അതിലൂടെ ഗ്യാസ് പോയാൽ പൊട്ടിത്തെറിക്കും. ഹിരോഷിമയിൽ, നാഗസാക്കിയിൽ നമ്മൾ കണ്ടതെന്താണോ സമാനമായത് സംഭവിക്കും എന്നാണ് പറഞ്ഞത്. ആ പൈപ്പിട്ട് പോയ സ്ഥലത്ത് മുഴുവൻ കൃഷി ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? നമ്മളുടെ കുളമംഗലം, വൈക്കത്തൂര് ഭാഗങ്ങളിലൊക്കെ, മേഖലകളിലൊക്കെ ഏതെങ്കിലും പൈപ്പ് പൊട്ടിത്തെറിച്ചോ? എന്തെങ്കിലും അപകടമുണ്ടായോ? സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തുകൂടെ പൈപ്പിട്ട് പോയതിന് വാടക കൊടുത്തില്ലേ? സർക്കാർ വാടക കൊടുപ്പിച്ചില്ലേ? ഒരു തുക കൊടുപ്പിച്ചില്ലേ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഇതൊക്കെ ആർക്കാണ് ബുദ്ധിമുട്ട്? ഇതൊന്നും പോകാത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ് വന്ന് സമരം ചെയ്യുന്നത്. വിഴിഞ്ഞം പോർട്ട് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നില്ലായിരുന്നു എങ്കിൽ ഇത്ര വേഗം അത് പുലരുമായിരുന്നോ?
എന്തൊക്കെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നറിയുമോ നിങ്ങൾക്ക്? പറയുമ്പോ അത് തീരദേശ മേഖലയാണ്. അവിടുത്തെ ആളുകൾ പെട്ടെന്ന് പ്രകോപിതരാകും. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാരെ മുറിവേൽപ്പിച്ചില്ലേ, പരിക്കേൽപ്പിച്ചില്ലേ? ക്ഷമ പാലിച്ചു ഗവൺമെന്റ്. പോലീസ് എത്രമാത്രം ക്ഷമയാണ് കൈക്കൊണ്ടത് ആ ആക്രമണവുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം മാറി. കടുത്ത ചൂടിലും നിരവധി AC-കൾ നമ്മളുടെയൊക്കെ വീടുകളിൽ വെച്ചിട്ടും ഒരു സമയം പവർ കട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ 8 കൊല്ലമായി 8 വയസ്സ് 9 വയസ്സായ കുട്ടിയോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, എന്താണ് പവർ കട്ട് എന്ന് അവർക്കറിയില്ല. കാരണം കഴിഞ്ഞ 9.5 കൊല്ലമായിട്ട് പവർ കട്ടില്ല കേരളത്തിൽ. അത് വെറുതെ ആകാശത്ത് നിന്ന് നമുക്ക് വൈദ്യുതി കിട്ടിയോ? അങ്ങനെ ആകാശത്ത് നിന്ന് വൈദ്യുതി കിട്ടിയിട്ടല്ല. 450 കിലോമീറ്റർ ഇടമൺ കൊച്ചി പവർ ഹൈവേ, വലിയ ലൈനില്ലേ? ആകാശം മുട്ടുമാർ ഉയർന്നു നിൽക്കുന്ന കുരിശിന്റെ ആകൃതിയിലുള്ള വലിയ കാല്. ആ പോസ്റ്റിൽ ഹൈപ്പർ ലൈൻ വലിച്ചുകൊണ്ട് ഇടമൺ കൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കി. അതും മുടങ്ങിക്കിടക്കുകയായിരുന്നു UDF-ന്റെ സർക്കാരിന്റെ കാലത്ത്. കാരണം ഈ ലൈൻ വലിക്കുക ഏതെങ്കിലും ആളുകളുടെ പറമ്പിന്റെ മുകളിലൂടെ ആകുമല്ലോ, സ്വാഭാവികല്ലേ? അത് ഭൂമിക്ക് മുകളിലൂടെയല്ലേ അത് വലിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ UDF-ന്റെ ഭരണകാലത്ത് ചർച്ചിന്റെ, മസ്ജിദിന്റെ, ക്ഷേത്രത്തിന്റെ ഒക്കെ ഭൂമിയിലൂടെ ഈ ലൈൻ വലിക്കുന്നത് തടഞ്ഞുകൊണ്ട് പല ആളുകളും രംഗത്ത് വന്നു. ഞങ്ങളുടെ ക്ഷേത്ര സ്വത്തിന്റെ മുകളിലൂടെ ലൈൻ വലിക്കാൻ പാടില്ല, ഞങ്ങളുടെ എസ്റ്റേറ്റിന്റെ മുകളിലൂടെ ലൈൻ വലിക്കാൻ പാടില്ല, പള്ളിക്കമ്മിറ്റിയുടെ സ്വത്താണിത്, അതുകൊണ്ട് അതിന്റെ മുകളിലൂടെ ലൈൻ പോകാൻ പാടില്ല. എല്ലാവരെയും മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, കേരളം ഇരുട്ടിലാകാൻ വേണ്ടി പോവുകയാണ്. ഈ ലൈൻ വലിച്ചില്ലെങ്കിൽ നമ്മളുടെ കുട്ടികളോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. മെഴുകുതിരി കത്തിച്ചു വെച്ചവർ വീട്ടിൽ പഠിക്കേണ്ടി വരും. അത്രയും വലിയ വൈദ്യുതി ക്ഷാമമാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഉത്തരവാദപ്പെട്ട സർക്കാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ പോലീസിനെ നിർത്തി, പട്ടാളത്തെ നിർത്തണമെങ്കിൽ നിർത്തി ഈ ലൈൻ വലിക്കും. തടയേണ്ടവർക്ക് തടയാം. തടഞ്ഞാൽ സർക്കാർ സ്വീകരിക്കേണ്ട മുറ ഞങ്ങൾ സ്വീകരിക്കും. പിണറായി വിജയന്റെ ആ ഒരൊറ്റ പ്രസ്താവനയാണ് 450 കിലോമീറ്റർ ഇടമൺ കൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമാകുന്നതിലേക്ക് നയിച്ചത്. അതുകൊണ്ടാണോ പവർ കട്ടില്ലാതെ കഴിഞ്ഞ ഉഷ്ണകാലം കഴിഞ്ഞുപോയത്? സാധാരണക്കാരുടെ വീടുകളിൽ വരെ AC ഫിറ്റ് ചെയ്തില്ലേ? എന്നെങ്കിലും നമുക്ക് കടുത്ത ചൂടിൽ ഫാൻ ഇല്ലാതെ, AC ഇല്ലാതെ കിടന്നുറങ്ങേണ്ടി വന്നോ? അത്യുഷ്ണത്തിന്റെ സമയത്ത് പോലും അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റാണ്, ഈ സർക്കാരാണ്. എല്ലാ മതസമുദായങ്ങൾക്കും ആവശ്യമുള്ളത് നൽകി. വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, തൊഴിൽ രംഗത്ത്. ചില ആളുകൾ പറയുന്നത്, മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ പറയുന്നത്, സംവരണം നഷ്ടപ്പെട്ടു. ഒരു സംവരണ സീറ്റ് മുസ്ലിം സമുദായത്തിന് ഈ 9.5 കൊല്ലത്തിനിടയിൽ നഷ്ടപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കും. പല പത്രങ്ങളും എഴുതിയിരുന്നു നഷ്ടപ്പെടും നഷ്ടപ്പെടും എന്നൊക്കെ. ഇവർ വിചാരിച്ചു നഷ്ടപ്പെട്ടതാണ് ഇവരെഴുതുന്നത് എന്നാണ്. ആ സമയത്ത് ഞങ്ങളൊക്കെ തന്നെ അതിൽ ഇടപെട്ടിട്ടുണ്ട്, ചൂണ്ടിക്കാണിച്ചു. ഉദ്യോഗസ്ഥന്മാരുടെ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ സർക്കാർ മനസ്സിലാക്കി. ആ സംവരണ നഷ്ടം ഒരു പിന്നോക്ക ജനവിഭാഗത്തിനും ഉണ്ടാകരുത് എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. ഒരു സീറ്റും ഒരു കുട്ടിക്കും നഷ്ടപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് ആരുടെ കാലത്താണ്? UDF-ന്റെ കാലത്തല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നരേന്ദ്രൻ കമ്മീഷൻ പാക്കേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവരണം ശരിപ്പെടുത്താൻ വേണ്ടി UDF സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതി. എന്തായിരുന്നു നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ആകത്തുക? അവരുണ്ടാക്കിയ സംവരണ സംരക്ഷണത്തിന്റെ ആകത്തുക എന്തായിരുന്നു? ഏതെങ്കിലും ഉദ്യോഗ മേഖലയിൽ ഏതെങ്കിലും സംവരണ സമുദായങ്ങൾക്ക് വേണ്ടത്ര അപേക്ഷകരില്ലെങ്കിൽ ആ പോസ്റ്റിൽ ബന്ധപ്പെട്ട മതസമുദായങ്ങളിൽ നിന്ന് യോഗ്യരായ അപേക്ഷകർ വരുന്നത് വരെ പോസ്റ്റ് ഫില്ല് ചെയ്യില്ല, അത് വേക്കന്റ് ആക്കി കാലിയാക്കി ഇടും. എന്നാണോ സംവരണ സമുദായങ്ങളിൽ നിന്ന് യോഗ്യരായിട്ടുള്ള ആളുകൾ വരുന്നത്, അന്നേ ആ പോസ്റ്റ് ഫില്ല് ചെയ്യുകയുള്ളൂ, ആ പോസ്റ്റിലേക്ക് ആളെ വെക്കുകയുള്ളൂ എന്നാണ് UDF തീരുമാനിച്ചത്. അതിന്റെ ഫലമായി ഉണ്ടായത് എന്താണ്? മുസ്ലിം സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ഒരു അപേക്ഷകനില്ലാത്ത അവസ്ഥ ഉണ്ടാകുമോ? പണ്ടൊക്കെ ഉണ്ടാകുമായിരിക്കും. ഇപ്പോ SC/ST വിഭാഗത്തിൽ പോലും എല്ലാ യോഗ്യതകളുമുള്ള പ്രഗത്ഭരായിട്ടുള്ള കുട്ടികളുണ്ട്, ഉദ്യോഗാർത്ഥികളുണ്ട്. അവസാനം ഈ നരേന്ദ്രൻ പാക്കേജ് എന്തിനെയാണ് പ്രതികൂലമായി ബാധിച്ചത്? നമ്മളുടെ സ്കൂളുകളിലെ അറബിക് പോസ്റ്റുകളെ പ്രതികൂലമായി ബാധിച്ചു.
ഉറുദു പോസ്റ്റുകളെ പ്രതികൂലമായി ബാധിച്ചു. എങ്ങനെയാണ് പ്രതികൂലമായി ബാധിച്ചത്? 100 അറബിക് പോസ്റ്റുകൾ ഉണ്ടാകുമ്പോ സംവരണ തത്വമനുസരിച്ച് 10 എണ്ണം SC/ST വിഭാഗത്തിന് അവകാശപ്പെട്ടതാണ്, 14 എണ്ണം ഈഴവ വിഭാഗത്തിന് അവകാശപ്പെട്ടതാണ്, ലത്തീൻ കത്തോലിക്കർക്ക് അവകാശപ്പെട്ടതുണ്ട്. അപ്പോ അറബിക് പോസ്റ്റുകൾ വന്നപ്പോ UDF-കാരുണ്ടാക്കിയ നരേന്ദ്രൻ പാക്കേജിന്റെ ഫലമായി എത്രയോ അറബിക് പോസ്റ്റുകൾ സംസ്ഥാനത്ത് ഫില്ല് ചെയ്യപ്പെടാതെ കിടക്കുകയാണ്. കാരണം SC/ST വിഭാഗത്തിൽ നിന്ന് യോഗ്യനായ അറബി അധ്യാപകൻ എന്നാണോ വരുന്നത് അന്നേ ആ 10% ഫില്ല് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഈഴവ സമുദായത്തിൽ നിന്ന് 14% അറബി അധ്യാപകർ എന്നാണോ യോഗ്യരായിട്ട് വരുന്നത് അന്നേ ആ പോസ്റ്റുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇപ്പൊ കുറച്ച് കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, SC/ST വിഭാഗത്തിൽപ്പെടുന്ന ഈഴവ സമുദായത്തിൽപ്പെടുന്ന എന്റെ പ്രസംഗം കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത്, പെട്ടെന്ന് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ അറബിക്കിന് നിങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കൂ. നിങ്ങളുടെ കുട്ടികൾ അറബി അധ്യാപകന്മാരായാൽ ഒരു പരീക്ഷ പോലുമില്ലാതെ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം ജോലി നേടാൻ വേണ്ടി സാധിക്കും. ദൗർഭാഗ്യവശാൽ ബന്ധപ്പെട്ട സമുദായങ്ങളിൽ നിന്ന് അറബി അധ്യാപകർ യോഗ്യത ഉള്ളവരായി വരാത്തത് കൊണ്ട് ആ പോസ്റ്റുകൾ മുഴുവൻ അവിടെ ഫില്ല് ചെയ്യപ്പെടാതെ കിടക്കുകയാണ്. മാഷിക്കറിയാം ആ കാര്യങ്ങളൊക്കെ. അറബി അധ്യാപക പോസ്റ്റുകൾ ഫില്ല് ചെയ്യുന്നില്ല, പകരം താൽക്കാലികക്കാരെ വെക്കുകയാണ്. സ്ഥിരം അധ്യാപകരില്ലാത്തത് കൊണ്ട് പല ആളുകളും അറബിക്കെടുക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നില്ല, രക്ഷിതാക്കൾ അതിന് തുനിയുന്നില്ല. അതുകൊണ്ട് തത്വത്തിൽ ആ പോസ്റ്റുകൾ ഇല്ലാതാകുന്ന സാഹചര്യമാണ് ഉളവാകാൻ വേണ്ടി പോകുന്നത്. ഇത് ഞങ്ങൾ ചെയ്തതല്ല, ഇത് UDF ചെയ്തതാണ്. ഞങ്ങളത് മാറ്റണമെന്ന് ഒരു വേള ആലോചിച്ചതാണ്. കാരണം എന്നാണോ ബന്ധപ്പെട്ട സമുദായങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നത് അന്ന് അവർക്ക് ബാക്ക്ലോഗ് അടക്കം കൊടുക്കാം എന്നുള്ള ഒരു ഭേദഗതി വരുത്തണമെന്ന് സർക്കാർ തീരുമാനിച്ചതാണ്. പക്ഷേ ഇതിന് തുനിയാതിരുന്നത് അത് നാട്ടിൽ വലിയ കലാപമായിട്ട് രൂപാന്തരപ്പെടുത്തും മുസ്ലിം ലീഗ് എന്നുള്ളത് കൊണ്ടാണ്. ലീഗല്ലേ സമുദായത്തിന്റെ കാര്യങ്ങൾ വേണ്ടതുപോലെ നോക്കുന്നത്. അപ്പോ അവരുണ്ടാക്കിയ ഈ വല നമ്മളെങ്ങാനും മാറ്റിയാൽ അതിന്റെ പേരിലാകും പിന്നെ ഇവിടെ കുത്താറാത്തീവ് നടക്കുക. അതുകൊണ്ട് തൽക്കാലം അതിൽ തൊടേണ്ട എന്ന് തീരുമാനിച്ചു. ഇപ്പോ അറബി അധ്യാപക പോസ്റ്റുകളിൽ ഏതാണ്ട് 40% ഫില്ല് ചെയ്യപ്പെടാതെ കിടക്കുക. അതിലൊരു 10% ബന്ധപ്പെട്ട സമുദായങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടാകും. ബാക്കി 30% അറബിക് പോസ്റ്റുകളും ഉറുദു പോസ്റ്റുകളും ഫില്ല് ചെയ്യപ്പെടാതെ കിടക്കുക. സംസ്കൃതം മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട 10% യോഗ്യരായിട്ടുള്ള നിരവധി മുസ്ലിം കുട്ടികളുണ്ട്. നിങ്ങൾ സംസ്കൃത കോളേജിൽ പോയി നോക്കൂ. തത്വത്തിൽ സംസ്കൃതത്തെ അത് പ്രതികൂലമായി ബാധിച്ചില്ല. കാരണം 10 സംസ്കൃത അധ്യാപക പോസ്റ്റുകൾ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് അവരിൽ നിന്നുള്ള യോഗ്യരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ലഭിക്കുന്നു അവർക്ക്. അറബിക്ക് ഉറുദു സബ്ജക്റ്റുകളുടെ കാര്യത്തിലാവട്ടെ ഹൈന്ദവ സമുദായത്തിലെ SC/ST വിഭാഗക്കാർ, ഈഴവ വിഭാഗക്കാർ, അവരിൽ നിന്നുള്ള യോഗ്യരായ അറബി അധ്യാപകരും ഉറുദു അധ്യാപകരും ഇല്ലാത്തത് കൊണ്ട് ആ പോസ്റ്റുകളിലേക്കുള്ള വാക്കൻസി ഫില്ലിംഗ് നടക്കുന്നില്ല നമ്മളുടെ സംസ്ഥാനത്ത്. ആത്യന്തികമായി അറബിക്കെടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഇത് നിരുത്സാഹപ്പെടുത്തും. അവസാനം കൂട്ടിക്കിഴിച്ചു വരുമ്പോ ഈ അറബി അധ്യാപക പോസ്റ്റുകൾ ഒന്നും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇല്ലാതാകുന്ന സ്ഥിതിയായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഞങ്ങൾ ചെയ്തതാണോ? എന്ത് നഷ്ടമാണ് 9.5 കൊല്ലത്തിനിടയിൽ മുസ്ലിം സമുദായത്തിന് ഉണ്ടായത്? ഈ നാഷണൽ ഹൈവേയിലൂടെ എല്ലാ സമുദായക്കാരും പോകുന്നില്ലേ? പൊതുവികസനം നാട്ടിൽ നടക്കുമ്പോ ആ വികസനത്തിന്റെ നേട്ടം അനുഭവേദ്യമാകുന്നത് ആർക്കൊക്കെയാണ്? എല്ലാവർക്കും അനുഭവവേദ്യമാകുന്നില്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ, സംവരണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറച്ചിൽ മുസ്ലിം സമുദായത്തിനുണ്ടായോ? ഇങ്ങനെ ഓരോ വിഭാഗക്കാരും അവരവരുടെ സമുദായത്തിനു വേണ്ടി അധികാരം പിടിക്കാൻ വേണ്ടി നിന്നാൽ എന്താകും ഈ നാടിന്റെ സ്ഥിതി? ഹിന്ദുക്കൾക്ക് വേണ്ടി അധികാരം പിടിക്കുക, മുസ്ലിങ്ങൾക്ക് വേണ്ടി അധികാരം പിടിക്കുക, ക്രിസ്ത്യാനിക്ക് വേണ്ടി അധികാരം പിടിക്കുക, എല്ലാവരും എല്ലാവർക്കും വേണ്ടിയാവണം എന്നുള്ള തത്വമാണ് ഇടതുപക്ഷ സർക്കാർ നമ്മളുടെ നാട്ടിൽ പ്രാബല്യത്തിൽ വരുത്തിയത്. എല്ലാ സ്കൂളുകളും നന്നാക്കി. അതിന്റെ നേട്ടം എല്ലാവർക്കും കിട്ടിയില്ല. ഇവിടുത്തെ SC/ST-കാരന് കിട്ടി, ഇവിടുത്തെ ഈഴവർക്ക് കിട്ടി, ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് കിട്ടി, ഇവിടുത്തെ നായർ സമുദായത്തിന് കിട്ടി, ബ്രാഹ്മണർക്ക് കിട്ടി, ക്രിസ്ത്യാനിക്ക് കിട്ടി. എല്ലാവർക്കും കിട്ടിയില്ല അതിന്റെ നേട്ടം. ആശുപത്രികൾ വർദ്ധിപ്പിച്ചപ്പോഴും വികസിപ്പിച്ചപ്പോഴും അതിന്റെ നേട്ടം എല്ലാവർക്കും ലഭ്യമായില്ലേ? അങ്ങനെ മതസമുദായം നോക്കിയാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത്? ഒരു കാര്യം ശരിയാണ്, കഴിഞ്ഞ 9.5 കൊല്ലമായി കേരളത്തിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടാകാതെ
ഈ സർക്കാർ നോക്കി. ഒന്നാം മാറാട് കലാപമുണ്ടായത് LDF ഭരിച്ചിരുന്ന സമയത്താണോ? UDF ഭരിക്കുമ്പോഴല്ലേ? രണ്ടാം മാറാട് കലാപം അരങ്ങേറിയത് UDF ഭരിക്കുമ്പോഴല്ലേ? നബിദിനത്തിന് പ്രകടനം നടത്തുകയായിരുന്ന ആലപ്പുഴയിലെ ലജ്നത്തുൽ ഇസ്ലാം സഭയുടെ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ നേർക്ക് പോലീസ് നിറയൊഴിച്ച് രണ്ടാളുകൾ കൊല ചെയ്യപ്പെട്ടത് UDF ഭരിക്കുന്ന കാലത്തല്ലേ? ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്താണോ? രണ്ടാം മാറാട് കലാപം നടന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി ആന്റണി തന്റെ മന്ത്രിസഭയിലെ രണ്ടാം നമ്പറുകാരനായ കുഞ്ഞാലിക്കുട്ടിയെയും കൂട്ടി മാറാട് കടപ്പുറം സന്ദർശിക്കാൻ വേണ്ടി പോയത് ഓർമ്മയില്ലേ? ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മനുഷ്യർക്ക് അന്ന് എന്തായിരുന്നു ഈ ആളുകളെ തടഞ്ഞുകൊണ്ട് RSSന്റെ പ്രവർത്തകർ പറഞ്ഞത്? മുഖ്യമന്ത്രിയെയും കുഞ്ഞാലിക്കുട്ടിയെയും സംഘത്തെയും പോലീസിനെയും തടഞ്ഞു അവർ. എന്നിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് പോകാം, കുഞ്ഞാലിക്കുട്ടിയെ ഞങ്ങൾ കാലുകുത്താൻ അനുവദിക്കില്ല ഇവിടെ. അവസാനം തല താഴ്ത്തി കുഞ്ഞാലിക്കുട്ടി സാഹിബിന്, മുസ്ലിം ലീഗിന്റെ നിയമസഭ പാർട്ടി ലീഡർക്ക്, അന്നത്തെ മന്ത്രിസഭയിലെ രണ്ടാം നമ്പറുകാരന് അപമാനിതനായി തിരിച്ചു പോകേണ്ടി വന്നു. RSSന്റെ തിട്ടൂരത്തിന് വർഗീയ കലാപം നടന്ന സ്ഥലം സന്ദർശിക്കാൻ കുഞ്ഞാലിക്കുട്ടിയെ അനുവദിക്കാൻ പോലും ആന്റണിക്ക് സാധിച്ചില്ല. ആന്റണി പോയി മടങ്ങുകയാണ് ഉണ്ടായത്. അതിന്റെ ദിവസങ്ങൾ കഴിഞ്ഞാണ് അന്നത്തെ CPIMന്റെ പാർട്ടി സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ ബേപ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിലെത്തിയ VKC മുഹമ്മദ് കോയയെ വലത്തുഭാഗത്തും അന്ന് പാർട്ടിയുടെ നേതാവായിരുന്ന എളമരം കരീമിനെ ഇടതുഭാഗത്തും നിർത്തി മാറാട് പ്രദേശം സന്ദർശിക്കാൻ വേണ്ടി പോയത്. ആന്റണിയെ തടഞ്ഞ അതേ ആളുകൾ അന്നത്തെ CPIMന്റെ സെക്രട്ടറി പിണറായി വിജയനെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാം സഖാവേ, VKC മുഹമ്മദ് കോയയും എളമരം കരീമും തിരിച്ചു പോകണം. അവരുടെ തിട്ടൂരത്തിന് നിന്നുകൊടുത്തോ പിണറായി വിജയൻ ഈ രണ്ടു പേരെയും രണ്ട് കൈ കൊണ്ട് കൂട്ടിപ്പിടിച്ച് വരൂ എന്ന് പറഞ്ഞു പോയി. മാറി നിൽക്കടോ എന്ന ശബ്ദത്തിന് മുന്നിൽ RSSകാർ മാറി നിന്നു. കലാപബാധിത പ്രദേശം സന്ദർശിച്ചാണ് മടങ്ങിയത്. അതാണ് കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. ആന്റണി അന്ന് തന്റെ സഹപ്രവർത്തകൻ കുഞ്ഞാലിക്കുട്ടിയെ അങ്ങോട്ട് കയറ്റില്ല എന്ന് പറഞ്ഞപ്പോ, എങ്കിൽ ഞാനും അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് മടങ്ങേണ്ടിയിരുന്നു. അതല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നു. ആന്റണി ചെയ്തത് കുഞ്ഞാലിക്കുട്ടിയോട് തിരിച്ചു പോകാൻ വേണ്ടി പറയുകയാണ്. സഖാവ് പിണറായി വിജയൻ VKC മുഹമ്മദ് കോയയെയും എളമരം കരീമിനെയും രണ്ട് കൈകളിൽ അവരുടെ കൈകൾ പിടിച്ച് മുന്നോട്ട് നടന്നു പോവുകയാണ് ചെയ്തത്. ഒരു വർഗീയ കലാപം കഴിഞ്ഞ 9.5 കൊല്ലമായി ഇവിടെ ഉണ്ടായിട്ടില്ല. പാലക്കാട്ടെ സിറാജുന്നിസ എന്ന് പറയുന്ന എട്ടും പൊട്ടും തിരിയാത്ത 9 വയസ്സുകാരി വീട്ടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ പോലീസിന്റെ വെടിയേറ്റു മരിച്ചത് ഓർക്കുന്നില്ലേ നിങ്ങൾ? ആര് ഭരിക്കുമ്പോഴായിരുന്നു? ഇടതുപക്ഷം ഭരിക്കുമ്പോഴായിരുന്നോ? കോൺഗ്രസ് ഭരിക്കുമ്പോ, ലീഗ് ഭരിക്കുമ്പോ ഒരു വർഗീയ കലാപത്തിന് ഒരു മതവിഭാഗത്തിൽപ്പെട്ട വർഗീയവാദികൾക്കും അഴിഞ്ഞാടാൻ അവസരം കൊടുത്തില്ല ഈ സർക്കാർ. അതാണോ ഈ ഗവൺമെന്റ് ചെയ്തു എന്ന് പറയുന്ന മുസ്ലിം വിരുദ്ധ സമീപനം? എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് വെച്ചാണ് സർക്കാർ മുന്നോട്ട് പോയത്. ആരെയും പിന്തള്ളിയില്ല, ആരെയും മാറ്റി നിർത്തിയില്ല. അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ പോലും പേട്ടതുള്ളലിന് അയ്യപ്പ ഭക്തന്മാര് പോകുന്ന എരുമേലി പള്ളിയിലെ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള നാസറിനെ വേദിയിലിരുത്താൻ ധൈര്യം കാണിച്ച സർക്കാരാണ് ഈ സർക്കാർ. രാജ്യത്ത് മതനിരപേക്ഷതയും മതേതരത്വവും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചിട്ടുള്ള ഇടതുപക്ഷ മുന്നണി 3ാം തവണയും കേരളത്തിൽ അധികാരത്തിൽ വരണം. 3ാം തവണയും വരാതെ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവർ ഈ നാടിനെ വിറ്റ് കാശാക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് തർക്കം? അധികാരം 9.5 കൊല്ലം ഇല്ലാതായപ്പോ തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ജില്ലാ പഞ്ചായത്ത് ഏതാണ്ട് വിറ്റ് തൊലച്ചു. 50 കോടി രൂപയാണ് മുസ്ലിം ലീഗിന്റെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം TP ഹാരിസ് ആളുകളെ പറ്റിച്ചു വാങ്ങിയത്. എന്താണ് പറഞ്ഞതെന്നറിയുമോ? ജില്ലാ പഞ്ചായത്തിന്റെ വികസന പദ്ധതികൾ, ആ വികസന പദ്ധതികൾ നടത്തുന്നതിൽ പങ്കാളികളാക്കാം നിങ്ങളെ. അതിന് നിങ്ങൾ 1 കോടി രൂപ, 1.5 കോടി രൂപ, 50 ലക്ഷം ഇതൊക്കെ നൽകിയാൽ നിങ്ങൾക്ക് അതിന്റെ ലാഭവിഹിതം തരാം എന്ന് പറഞ്ഞ് 50 കോടിയാണ് പറ്റിച്ചത്. തവനൂര് ജയിലിലായിരുന്നല്ലോ TP ഹാരിസ്. എത്രയോ ദിവസം MC കമറുദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ MLA ഫാഷൻ ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനത്തെ കാട്ടി പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിം ലീഗിന്റെ ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി.
ബിസിനസ് പൊളിഞ്ഞു എന്ന് അവസാനം പറഞ്ഞു. ആളുകളെല്ലാം കൂടി MC കമറുദ്ദീൻ MLA വീട്ടിലേക്ക് ചെന്നു. പ്രശ്നമായി, കേസ് കൊടുത്തു. പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചില്ലേ? ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ സ്വന്തം അണികളെ പറ്റിച്ച് കാശുണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ കൽത്തുറുങ്കിൽ അടച്ചിട്ടുണ്ടോ? എത്രയെത്ര പേർ എവിടെയൊക്കെ ഭരണമുണ്ടോ അവിടെയൊക്കെ ബിനാമികളെ വെച്ച് വർക്കുകൾ നടത്തുന്നു, ലാഭമുണ്ടാക്കുന്നു എല്ലായിടത്തും. അതൊരു വിനോദമായി മുസ്ലിം ലീഗിന്റെ ആളുകൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വസ്തു. ഇവർക്കൊക്കെ കേരളത്തിന്റെ ഭരണം കിട്ടിയാൽ സെക്രട്ടേറിയറ്റ് വിറ്റ് കാശാക്കൂലേ ഇവര്? പിന്നെ നമ്മൾ ചെന്ന് നോക്കുമ്പോ സെക്രട്ടേറിയറ്റ് ഉണ്ടാവില്ല. അതിന്റെ അടിയാധാരം വെച്ച് ലോൺ എടുത്ത് ദുബായിലേക്ക് മുങ്ങും. ആ ജാതിയാണ് ആൾക്കാർ. ഇപ്പോ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാര്, അവർക്കൊക്കെ എന്താണ് വരുമാനം? 5.25 ലക്ഷം രൂപ ശമ്പളം. നാട്ടിൽ നിന്ന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുക. ഞാൻ യൂത്ത് ലീഗിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. എറണാകുളത്ത് വലിയ സമ്മേളനം നടത്തിയിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ 5.25 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. 5.25 ലക്ഷം രൂപ ഒരാൾക്ക് ഒരു മാസം ഒരു പണിയും എടുക്കാതെ ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ 3 ബിസിനസ്സാണ് അയാൾക്ക് നടത്തേണ്ടതായിട്ട് വരിക. 1 ഹവാല, 2 മയക്കുമരുന്ന് കച്ചവടം, 3 വട്ടിപ്പലിശക്ക് കൊടുക്കൽ. ഈ 3 ബിസിനസ് അല്ലാതെ ഒരാള് നടത്തിയിട്ട് 5.25 ലക്ഷം രൂപ ഒരു പണിയും എടുക്കാതെ മാസശമ്പളം കിട്ടും എന്ന് പറയുന്ന ഒരു ബിസിനസ് നിങ്ങളൊന്ന് പറ. അങ്ങനെ പലരും ലാഭ പൈസ തരാമെന്ന് പറഞ്ഞ് ബിസിനസ് നടത്തിയിട്ട് ആ ബിസിനസ് ഒക്കെ പൊളിഞ്ഞു പാപ്പരായില്ലേ? പൈസ പോയില്ലേ നിക്ഷേപിച്ചവർക്ക്? ഇവർക്ക് എവിടെ നിന്നാണ് പണം വിവിധ ബിസിനസ്സുകളിൽ നിക്ഷേപിക്കാൻ? എവിടെ നിന്നാണ് പണം? അതവര് വ്യക്തമാക്കണ്ടേ? അത് വ്യക്തമാക്കുന്നതിന് പകരം പറഞ്ഞയാളുകളെ അഴിമതിക്കാരാക്കുക. മലയാള സർവകലാശാലക്ക് ഭൂമി വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും UDFന്റെ ഭരണകാലത്ത് പൂർത്തിയാക്കി. ആ ഭൂമിയാണ് വാങ്ങിയത്. ആ ഭൂമി അല്ലാതെ വാങ്ങാൻ കഴിയില്ല. കാരണം 10 ഏക്കർ ഭൂമി വേണ്ടേ? സുപ്രീം കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയി, എല്ലാ കോടതിയും തള്ളി ആ കേസുകളൊക്കെ. എന്നിട്ട് ഇപ്പൊ വന്നുകൊണ്ട് പറയുകയാണ് നമ്മൾ അഴിമതി നടത്തി. ഞാൻ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരിക്കെ തദ്ദേശ സ്ഥാപനങ്ങൾക്കായിരുന്നു അവരവരുടെ തദ്ദേശ സ്ഥാപന പരിധിയിൽ ബാർ ഹോട്ടലുകൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം. ആ അധികാരം ഞാൻ എടുത്തു കളഞ്ഞു. ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി. എടുത്തു കളഞ്ഞാൽ എങ്ങനെയാണ് ബാർ മുതലാളിമാര് പൈസ തരിക? അപ്പൊ ആ പൈസയും കൂടി എക്സൈസുകാർക്ക് കിട്ടുമെന്നല്ലേ ഉള്ളൂ. എന്തിനാണ് അത്തരമൊരു തീരുമാനം എടുത്തത്? അതിലും മുസ്ലിം ലീഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മുസ്ലിം ലീഗിന്റെ ഭരണസമിതിയായിരുന്നു കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ഭരിച്ചിരുന്നത്. മുസ്ലിം ലീഗിന്റെ ചെയർപേഴ്സൺ. ബാർ ഹോട്ടൽ മുതലാളിമാര് കാഞ്ഞങ്ങാട്ട് അവിടുത്തെ കൗൺസിലർമാരെ പണം കൊടുത്ത് സ്വാധീനിച്ചു. അങ്ങനെ തദ്ദേശ സ്ഥാപനം ബാർ ഹോട്ടൽ വരാൻ വേണ്ടി തീരുമാനമെടുത്തു. ആ തീരുമാനത്തിനെതിരെ മുസ്ലിം ലീഗിൽ വലിയ കുഴപ്പമുണ്ടായി. അവിടുത്തെ ചെയർമാനെ മുസ്ലിം ലീഗ് പുറത്താക്കി. ഇങ്ങനെ ബാർ മുതലാളിമാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ കൗൺസിലർമാരെ, പഞ്ചായത്ത് മെമ്പർമാരെ പണം കൊടുത്ത് സ്വാധീനിച്ച് അഴിമതിക്കാരാക്കി മാറ്റുന്ന സാഹചര്യം ഉളവായി. വളാഞ്ചേരിയിലും ഉണ്ടായി അങ്ങനെ ഒരു സംഭവം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 2ാം ബാർ ഹോട്ടൽ വളാഞ്ചേരിയിൽ വന്നത് ഞാൻ നിയമം പിൻവലിച്ചതിന് ശേഷമാണോ വന്നത്? 2ാം ബാർ ഹോട്ടൽ വളാഞ്ചേരിയിൽ വന്നത് ഇവിടെയും വിലക്കെടുത്തു പഞ്ചായത്ത് മെമ്പർമാരെ. എന്നിട്ട് അനുവാദം നൽകി പഞ്ചായത്ത്, തദ്ദേശ സ്ഥാപനം. അതല്ലേ സംഭവിച്ചത്? അപ്പൊ തദ്ദേശ സ്ഥാപനത്തിലേക്ക് ബാർ മുതലാളിമാര് കടന്നു വന്ന് മെമ്പർമാർക്ക് വില നിശ്ചയിച്ച് പണം നൽകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ തീരുമാനിച്ചു. എന്താ അതിൽ തെറ്റ്? ഇവിടെയല്ലേ മുസ്ലിം ലീഗിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും? മതപരമായിട്ടുള്ള വിലക്ക് മദ്യത്തിന്റെ കാര്യത്തിലുള്ളത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രമല്ലേ? കൊച്ചി, തിരുവിതാംകൂർ ഭാഗത്തേക്ക് അങ്ങോട്ട് പോയാൽ ഓരോ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും ഉന്നം വെച്ചുകൊണ്ട് ബാർ മുതലാളിമാർ പണവുമായി ഇങ്ങനെ നടക്കുകയാണ്. അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കി തദ്ദേശ സ്ഥാപനങ്ങളെ ബാർ മുതലാളിമാരുടെ പണക്കച്ചവടത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾ അല്ലാതെ തീരുമാനിക്കേണ്ടത്. അത് ഇക്കാലം അത്രയും തീരുമാനിച്ചിരുന്നത് പോലെ തീരുമാനിക്കാം എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവിന് ശേഷം എത്ര കൊല്ലം കഴിഞ്ഞു? ഇപ്പോ 4.5 കൊല്ലം. അതിന്റെ മുമ്പ് ഒരു 3 വർഷം, 7.5 കൊല്ലം കഴിഞ്ഞു. ആ ഉത്തരവ് വന്നതിന് ശേഷം ആദവനാട് പഞ്ചായത്തിൽ വല്ല ബാറും വന്നോ? കുറ്റിപ്പുറത്ത് വല്ല ബാറും വന്നോ? ഇരുമ്പിളിയത്ത് വന്നോ? എടയൂരിൽ വന്നോ? ഈ വളാഞ്ചേരിയിൽ വന്നോ? ഇല്ലല്ലോ. ഈ അധികാരം എടുത്തു കളഞ്ഞാൽ എല്ലാ സ്ഥലത്തും ബാറ് വരും. അതിനാണ് മന്ത്രി ജലീൽ ശ്രമിച്ചത് എന്ന് മദ്യനിരോധന സമിതിയുടെ ലീഗ് സ്പോൺസേഡ് സംഘത്തിന്റെ നേതാവ് ഒരു വോയിസ് ക്ലിപ്പിൽ പറഞ്ഞിരുന്നു. അത് ഞാൻ കേട്ടിരുന്നു.
കൈക്കൂലി വാങ്ങുന്ന ആളുകൾക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റും. മുളയിൽ അറിയാം മുളക്കരുത്ത് എന്നാണ്. ഞാൻ കൈക്കൂലി വാങ്ങുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണണ്ടേ? എന്റെ ദേഹത്ത് കാണണം, എന്റെ വീട്ടിൽ കാണണം, എന്റെ കുട്ടികളുടെ മുകളിൽ കാണണം. കള്ളപ്രചരണം നടത്തി ആളുകളെ സമൂഹ മധ്യത്തിൽ താറടിക്കാൻ വേണ്ടി നോക്കുന്നത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇവര് ചെയ്യുന്ന ദുശ്ചൈതികളെ ചൂണ്ടിക്കാണിച്ചാൽ നമ്മളെയും അതിനോട് ബന്ധപ്പെടുത്തി പറയുക, ഇതാ ഇവനും അഴിമതിക്കാരനാണ്. എല്ലാ കാര്യങ്ങൾക്കും പണം വാങ്ങി ശീലമുള്ള UDF-കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അവരെ പോലെയാണ് എന്ന് കരുതുക സ്വാഭാവികം. ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. കാരണം അവര് പരിചയപ്പെട്ട ആളുകൾ, അവര് പരിചയപ്പെട്ട നേതാക്കൾ, അവരൊക്കെ അങ്ങനെ തന്നെയാണ്. 2006 ഈ കുറ്റിപ്പുറത്ത് നമ്മൾ മത്സരിച്ച് ജയിച്ചു. ആ പക മുസ്ലിം ലീഗിന് ഇന്നും തീർന്നിട്ടില്ല. ആ പക തീർക്കാനാണ് അവര് ബന്ധുനിയമനം എന്നും പറഞ്ഞ് ലോകായുക്തയെ വിലക്കെടുത്ത് എനിക്കെതിരായി വിധി പുറപ്പെടുവിച്ചത്. അപ്പൊ ചോദിക്കും, ലോകായുക്തയെ വെച്ചത് നിങ്ങളല്ലേ? ഞാനും ഉൾക്കൊള്ളുന്ന മന്ത്രിസഭയാണ് വെച്ചത്. ഇങ്ങനെ ഒരു ചരക്കാണ് ഈ വെക്കുന്നത് എന്ന് ഞങ്ങൾക്കാർക്കും അറിയുമായിരുന്നില്ല. മാത്രമല്ല, അന്ന് ലോകായുക്ത നിയമമനുസരിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് പിരിഞ്ഞ ജഡ്ജിമാരെ മാത്രമേ ആ സ്ഥാനത്ത് വെക്കാൻ പാടുള്ളൂ. സുപ്രീം കോടതിയിൽ നിന്ന് ആ സമയത്ത് ഇയാള് മാത്രമായിരുന്നു, ഈ സിറിയക് ജോസഫ് എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ടാണ് അയാളെ വെച്ചത്. എനിക്കെതിരായിട്ട് വിധി വന്നതിന് ശേഷം ഞാൻ ഒരു പെറ്റി കേസിന്റെ പേരിൽ തൂക്കുകയർ വിധിക്കുകയാണ്. അപ്പൊ ഞാൻ ഇയാളെ സംബന്ധിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ വ്യക്തി തന്നെയാണ് ഹൈക്കോടതിയിൽ ജഡ്ജിയായിരിക്കെ 4 പേര് വധിക്കപ്പെട്ട ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട കേസിൽ നിന്ന് അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതാവും വ്യവസായ വകുപ്പ് മന്ത്രിയുമായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വിധി പറഞ്ഞത്. അന്ന് അതിന് ഇയാൾ പ്രതിഫലം വാങ്ങിയത് ഈ വിധി പറയുന്നതിന്റെ 72 ദിവസങ്ങൾക്ക് മുൻപ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തിരുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ സ്ഥാനം ഈ ജഡ്ജിയുടെ അനുജന്റെ ഭാര്യ ജാൻസി ജെയിംസിന് നൽകി. ജെയിംസ് ജോസഫിന് അറിയാം, ലീഗർക്ക് ആദ്യം കാര്യം ചെയ്തു കൊടുത്താൽ പിന്നെ സാധാരണ നമ്മൾ നാട്ടിൻപുറത്ത് പറയുമല്ലോ, പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്ന്. അപ്പൊ ലീഗുകാരെ ശരിക്കറിയുന്നത് കൊണ്ടാണ് വിധി പറയുന്നതിന്റെ 72 ദിവസം മുമ്പ് പ്രതിഫലം പറ്റിയത്. അന്ന് അയാൾക്ക് 25 ലക്ഷം രൂപയും കൊടുത്തു എന്ന് ആ 25 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തയാളാണ് എന്നോട് പറഞ്ഞത്. ആ ജഡ്ജിയെ വിലക്കെടുത്തുകൊണ്ട് നിങ്ങൾ കുറ്റിപ്പുറത്ത് ലീഗിനെ തോൽപ്പിച്ചതിന്റെ വൈരം എന്നോട് തീർക്കുകയായിരുന്നു. എടോ, ഞാൻ ഒരാളെ വെച്ചത് ആ സ്ഥാപനം നന്നാക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ്. ഒരാളും ആ സ്ഥാനത്തേക്ക് വന്നിരുന്നില്ല. ഇന്നും ആ സ്ഥാപനം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. കാരണം ഒരു ബാങ്കിംഗ് രംഗത്ത് നിന്ന് ഒരാളും ആ സ്ഥാപനത്തിൽ ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല. കാരണം ബാങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവിടത്തെക്കാളും കൂടുതൽ ശമ്പളമുണ്ട്. ഈ വെച്ചു എന്ന് പറയുന്ന എന്റെ ബന്ധു അത്ര മോശക്കാരനായിരുന്നെങ്കിൽ അയാൾ ഇപ്പോ ഇന്ത്യയിലെ 2ാമത്തെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ കൊച്ചിയിലെ ചീഫ് മാനേജറായി ജോലി ചെയ്യുന്നു. എന്നെ ഒന്ന് വിളിക്കാതെ, സാധാരണ ഒരാളെ തൂക്കിക്കൊല്ലുമ്പോ അയാളെ വിളിക്കുമല്ലോ, എന്നെ ഒന്ന് വിളിക്കുകയോ നോട്ടീസ് അയക്കുകയോ എന്നെ ഒന്ന് ചോദ്യം ചെയ്യുകയോ വിചാരണ ചെയ്യുകയോ ചെയ്യാതെ ഏകപക്ഷീയമായി ഇയാൾ വിധി പുറപ്പെടുവിച്ചു. അതെന്തായിരുന്നു കാരണം? അന്നത്തെ ലോകായുക്ത നിയമം അനുസരിച്ച് ലോകായുക്ത പറയുന്നത് അന്തിമ വിധിയായിരുന്നു. ആ വിധി അനുസരിച്ചു കൊള്ളണം. ആ വിധിക്കെതിരായി ഹൈക്കോടതിയിൽ പോകാൻ കഴിയില്ല, സുപ്രീം കോടതിയിൽ പോകാൻ കഴിയില്ല. ആ നിയമമാണ് പിന്നീട് ഈ സർക്കാർ വന്നതിന് ശേഷം വലിച്ചു കീറി അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞത്. ആ നിയമം ഭേദഗതി ചെയ്തു. സുപ്രീം കോടതിയിലെ റിട്ടയേർഡ് ജഡ്ജിമാര് വേണം ലോകായുക്ത എന്നുള്ള നിയമം മാറ്റി കേരള ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജിമാരെയും ലോകായുക്തകളായിട്ട് നിയമിക്കാം എന്ന നിയമം കൊണ്ടുവന്നു. ലോകായുക്തയുടെ വിധി അന്തിമമാവില്ല. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ അതിന്റെ അപ്പീൽ അതോറിറ്റികളാകും എന്ന് തീരുമാനിച്ചു. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും അങ്ങനെയാണ്. ഇവിടെ മാത്രമാണ് ഇങ്ങനെ. 3 പ്രാവശ്യം നമ്മളെ തോൽപ്പിക്കാൻ നോക്കിയിട്ട് നടക്കാത്തതിന്റെ അരിശം തീർത്തത് ഈ സിറിയക് ജോസഫ് എന്ന് പറയുന്ന ജഡ്ജിയെ ഉപയോഗിച്ചാൽ. ഞാൻ ഈ പറയുന്നത് സത്യമല്ലെങ്കിൽ ഈ ജഡ്ജി എനിക്കെതിരായിട്ട് കേസ് കൊടുക്കണ്ടേ? ഞാനിത് എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇയാളെ ഇനി തൊള്ളി തോന്നിയ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാ കാര്യവും പറയുന്നില്ലേ? ഇത് അസത്യമാണെങ്കിൽ, ഞാൻ ഈ പറയുന്നത് വസ്തുതയല്ലെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ ഇയാള്. എന്താണ് കേസ് കൊടുക്കാൻ ഇയാൾക്ക് പേടി? ഒരു ജഡ്ജിയെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത്.
സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ജഡ്ജി പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കിയതിന്റെ വിധി എന്റെ കയ്യിലുണ്ട്. ആ വിധി പുറപ്പെടുവിക്കുന്നതിന്റെ 72 ദിവസം മുമ്പ് തന്റെ സഹോദര ഭാര്യ ജാൻസി ജെയിംസിനെ മുസ്ലിം ലീഗിന്റെ മന്ത്രി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കി നിയമിച്ചതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. എന്നെ ഒന്ന് വിളിക്കുകയോ എന്നെ ഒന്ന് ചോദ്യം ചെയ്യുകയോ ചെയ്യാതെ എനിക്കെതിരായി ഏകപക്ഷീയമായ വിധി പുറപ്പെടുവിച്ചു. ഇയാൾക്ക് UDF വന്നാൽ ലോകായുക്തയായിട്ട് ഇനിയും തുടരാം എന്ന വാക്കാണ് അന്ന് UDF കൊടുത്തത്. അന്ന് UDFന് വേണ്ടി കേസ് വാദിച്ച എറണാകുളത്തെ വക്കീലിനോട് പറഞ്ഞത്, UDF അധികാരത്തിൽ വന്നാൽ നിങ്ങളെ അഡ്വക്കേറ്റ് ജനറൽ ആക്കാം, സർക്കാരിന്റെ AG ആയി നിയമിക്കാം എന്നാണ്. ആ AG ആയി നിയമിക്കാം എന്ന് പറഞ്ഞ വക്കീലിന്റെ ഓഫീസിൽ നിന്നാണ് എനിക്കെതിരായിട്ടുള്ള വിധി ആ വക്കീൽ എഴുതി കൊടുത്തത്. ആ വിധിയാണ് സിറിയക് ജോസഫ് വായിച്ചത്. ഇത്രയും വ്യക്തമായി ഞാനൊരു ജഡ്ജിക്കെതിരായി ആക്ഷേപം ഉന്നയിച്ചിട്ട് ഇന്നോളം എനിക്കെതിരായി ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ ജാൻസി ജെയിംസ് തയ്യാറായിട്ടുണ്ടോ? MG യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായി നിയമിതയായിട്ടുള്ള വ്യക്തി സിറിയക് ജോസഫ് എന്ന് പറയുന്ന നികൃഷ്ടൻ തയ്യാറായിട്ടുണ്ടോ എനിക്കെതിരായി ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ? ഇത് മാത്രമല്ല ഇയാൾ ചെയ്തത്. അഭയ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ വധിക്കപ്പെട്ടിരുന്നു. ആ കന്യാസ്ത്രീ വധിക്കപ്പെട്ട സമയത്ത് അതിലെ 1-ാം പ്രതിയായിട്ടുള്ള ഫാദർ കോട്ടൂരിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളൊക്കെ കണ്ടതാണല്ലോ ഇവരെ നാർക്കോ അനാലിസിസിന് വിധേയമാക്കുന്നത്, നുണപരിശോധനക്ക് വിധേയമാക്കുന്നത്. ഫാദർ കോട്ടൂരിനെ തട്ടി വിളിച്ച് ഡോക്ടർമാര് ചോദിച്ചത് നമ്മൾ കണ്ടില്ലേ? നമ്മളുടെ അന്ന് എല്ലാ TV-കളിലും അത് വന്നിരുന്നു. ആ പരിശോധന നടന്ന ബാംഗ്ലൂരിലെ ലാബ് അന്നത്തെ കർണാടക ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്നുള്ള നിലയിൽ ഈ സിറിയക് ജോസഫ് സന്ദർശിച്ച് അതിന്റെ വിവരങ്ങൾ മുഴുവൻ എടുത്ത് പ്രതികൾക്ക് ചോർത്തി കൊടുത്തു. CBIയുടെ കുറ്റപത്രത്തിലുണ്ട്. ഇയാളെക്കുറിച്ച്, ഇയാളുടെ ഇത്തരത്തിലുള്ള അധമ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ ജോമോൻ പുത്തമ്പുരക്കൽ എന്ന് പറയുന്ന അഭയ കേസ് നടത്തിയ വ്യക്തി എഴുതിയിട്ടുള്ള ദൈവത്തിന്റെ സ്വന്തം വക്കീൽ എന്ന പുസ്തകത്തിൽ ഏതാണ്ട് ഒരു 25 പേജ് സിറിയക് ജോസഫ് എന്ന് പറയുന്ന ഈ അധമനായ ജഡ്ജിയെ കുറിച്ചാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, എന്റെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവിന് ധൈര്യമുണ്ടോ ഞാൻ സിറിയക് ജോസഫിനെതിരായി ഇങ്ങനെ ഇല്ലാത്തത് പ്രസംഗിച്ചു നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരായിട്ട് ഒരു പരാതി കൊടുക്കാൻ? സാക്ഷാൽ സിറിയക് ജോസഫിന് ധൈര്യമുണ്ടോ ഞാൻ ചെയ്യാത്തത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരായി ഒരു MLA പ്രസംഗിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുക്കാൻ? എന്റെ യോഗ്യത കൊണ്ടാണ് ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയത്. അത് ഒരു കേസിന്റെയും പ്രതിഫലമായിട്ടല്ല എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരായി ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ MG യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ജാൻസി ജെയിംസിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇനി എന്താണ് ഇതിലപ്പുറം പറയേണ്ടത്? വസ്തുതകൾ ഇതാണ് കൂട്ടരെ. നേരാം വണ്ണം പൊതുപ്രവർത്തനം നടത്തുന്നവരെ ചതിച്ചു വീഴ്ത്തുക. മഹാഭാരതത്തിൽ കള്ളച്ചൂത് കളിച്ച് പരാജയപ്പെടുത്തിയ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. കള്ളത്തരം നടത്തി വഞ്ചിച്ച് ചതിച്ച് സത്യസന്ധതയോടെ പൊതുപ്രവർത്തനം നടത്തുന്നവരെ കുഴിയിൽ വീഴ്ത്തുക. അതാണ് ലീഗും കോൺഗ്രസും എന്നും ചെയ്തിട്ടുള്ളത്. എന്നും എനിക്കതിൽ വിഷമമില്ല. കാരണം ഏതൊരാളെയും അയാൾക്കെതിരായിട്ടൊരു വിധി പറയുമ്പോ ഒന്ന് വിളിക്കണ്ടടോ, അയാളോടൊന്ന് ചോദിക്കണ്ടേ നിങ്ങൾ ഈ കുറ്റം ചെയ്തോ? നമുക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? ഒന്നും ചെയ്യാതെ ഇത്ര ക്രൂരമായി പെരുമാറിപ്പിച്ചത് വലിയ തുക സിറിയക് ജെയിംസ് എന്ന് പറയുന്ന ലോകായുക്ത ജഡ്ജിക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ്. ഇതൊക്കെ ആരും അറിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമാണ് അതേക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. എനിക്കിവിടെയുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യരോട് പറയാനുള്ളത്, നമുക്ക് നമ്മളുടെ മേഖലയെ ഇനിയും ഒരുപാട് വികസനത്തിന്റെ പുതിയ നിലാവെളിച്ചങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തേണ്ടതുണ്ട്. പലരും ചോദിച്ചു, എന്താണ് മന്ത്രി എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്തത്? മന്ത്രി എന്നുള്ള നിലയിൽ ചെയ്തത് കാണണമെങ്കിൽ വളരെ ദൂരേക്കൊന്നും പോകണ്ട. നമ്മളുടെ കാവുംപുറത്തെ മദ്രസയിലേക്കൊന്ന് പോയി നോക്കിയാൽ മതി. മദ്രസക്കൊരു വരുമാനവുമായി PSC ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന കേന്ദ്രം ഞാൻ മന്ത്രിയാകുമ്പോഴല്ലേ ഈ വളാഞ്ചേരിയിൽ തുടങ്ങിയത്. അത് MES കോളേജിലാണ് ആദ്യം തുടങ്ങിയത്. അത് പിന്നീട് ഈ കാവുംപുറത്തെ മദ്രസയിലേക്ക് മാറ്റി. മദ്രസക്ക് ഇപ്പോ വരുമാനം എന്നുള്ള നിലയിൽ വാടകയും കിട്ടുന്നു. എത്ര കുട്ടികളാണ്
ആ സ്ഥാപനം വഴി PSCക്ക് പരീക്ഷ എഴുതി വിജയിച്ചത് എന്ന് ആ സ്ഥാപനത്തിൽ പോയിട്ട് ഒന്ന് ചോദിച്ചു നോക്കൂ. വളാഞ്ചേരി MES കോളേജിൽ സാധാരണ യൂണിവേഴ്സിറ്റികളിൽ മാത്രമുണ്ടായിരുന്ന കോഴ്സാണ് 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് PG കോഴ്സ്. ഞാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയായിരുന്ന സമയത്താണ് വളാഞ്ചേരി MES കോളേജിൽ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ബോട്ടണി കോഴ്സ് കൊണ്ടുവന്നത്. ഇപ്പോ ഡിഗ്രിക്കും PGക്കും ഒരുമിച്ച് അവിടെ ഒരു ബാച്ചിന് ചേരാം, പഠിക്കാം. വലിയ വലിയ പട്ടണങ്ങളിൽ മാത്രമുണ്ടായിരുന്ന അത്തരം കോഴ്സുകൾ നമ്മളുടെ പ്രദേശത്തേക്ക് കൊണ്ടുവരപ്പെട്ടത് എന്നു മുതൽക്കാണ്. ഇതൊന്നും ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല, മറച്ചു വെക്കുകയാണ്. നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള പല സ്ഥാപനങ്ങളും, ആ സ്ഥാപനങ്ങൾക്കൊന്നും ഒരു കാലിച്ചായയുടെ പൈസ പോലും ചെലവായിട്ടില്ല അവരപേക്ഷിച്ച കോഴ്സ് ലഭിക്കാൻ. അവരോട് അങ്ങോട്ട് വിളിച്ചു ചോദിക്കുകയായിരുന്നു, നിങ്ങൾക്ക് കോഴ്സുകൾ വേണ്ടേ? അപേക്ഷിച്ചത് മതിയോ? സബ്ജക്റ്റ് മാറ്റണ്ടേ? എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തില്ല. ഇതിനപ്പുറം എന്താണ് ഒരു പ്രദേശത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അധികാര സ്ഥാനത്തിരുന്നാൽ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരാക്ഷേപം പറഞ്ഞിട്ടുണ്ടോ? അഴിമതി നടത്തി പണം വാങ്ങി എത്രയോ ആളുകൾ വന്നിട്ടില്ലേ? ആർക്കെങ്കിലും ഒരനുഭവം ജീവിതത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുമോ? എന്റെ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നും രാവിലെ ചായക്ക് ഞാൻ ഈ അങ്ങാടിയിലേക്കല്ലേ വരാറ്. ആ അങ്ങാടിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. തദ്ദേശ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നവർ, അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നവർ, അവരിതുപോലെ ഒരു മൈക്ക് കിട്ടി പറയട്ടെ, ജീവിതത്തിൽ ഞങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും ഒരാനുകൂല്യം പറ്റിയിട്ടില്ല, ഒരാളിൽ നിന്നും ഒന്നും വാങ്ങിയിട്ടില്ല, അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായ ഒരു തരത്തിലുള്ള ബിസിനസ്സും ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറയട്ടെ. പറയാൻ ധൈര്യമുണ്ടോ ഇവിടുത്തെ തദ്ദേശ സ്ഥാപന മേലാധികാരികൾക്ക്, ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക്? എനിക്കിത് പറയാൻ സാധിക്കുന്നത് 101% ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ്. കള്ളത്തരങ്ങൾ പറയട്ടെ, ജൽപ്പനങ്ങൾ എഴുന്നള്ളിക്കട്ടെ, അവരെത്ര പോകും എന്ന് നമുക്കറിയാം. നമ്മളുടെ തദ്ദേശ സ്ഥാപനത്തിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരണം, ജനകീയമാക്കണം ഈ തദ്ദേശ സ്ഥാപനത്തെ. വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന പുരോഗമന മുന്നണിയെ നിങ്ങൾ എല്ലാവരും പിന്തുണക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. അങ്ങനെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപോലെ കയറി ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥാപനമാക്കി നമ്മളുടെ മുനിസിപ്പാലിറ്റിയെ നമുക്ക് മാറ്റണം. അങ്ങനെയുള്ളൊരു മുനിസിപ്പാലിറ്റി വരുന്ന തെരഞ്ഞെടുപ്പോട് കൂടി വളാഞ്ചേരിയിൽ ഉണ്ടാവണം. ബിനാമിമാരുടെ ഭരണം ഈ പഞ്ചായത്തിൽ നിന്ന് എന്നേക്കുമായി തൂത്തെറിയണം. പണമുണ്ടാക്കാൻ, ധനമുണ്ടാക്കാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നവർക്കെതിരായി ശക്തമായി നമുക്ക് വിധി എഴുതണം. പൊതുപ്രവർത്തനം പണം സമ്പാദിക്കാനുള്ള വഴിയല്ല എന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും നമുക്ക് ബോധ്യം. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അവരുന്നയിക്കും. എന്തൊക്കെയാണ് ഇപ്പോൾ ആക്ഷേപം? ഞാൻ MLA ആയിരിക്കെ കോളേജിൽ നിന്ന് ശമ്പളം വാങ്ങി. ഞാൻ കോളേജിൽ നിന്ന് ലീവ് എടുക്കുന്നത് 2006 ജൂൺ 1-ാം തീയതിയാണ്. അതിന്റെ 4 ദിവസം മുമ്പ് MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഇവർ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം സർവീസ് റൂൾ എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം. ഒരു എയ്ഡഡ് സ്കൂളിൽ, ഒരു എയ്ഡഡ് കോളേജിൽ അധ്യാപകനായിരിക്കെ MLA-യും ആകാം, അതിൽ തെറ്റില്ല. പിന്നെ നമ്മൾ ലീവ് എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സമയം കിട്ടില്ല നമുക്ക് കോളേജിൽ പോയിട്ട് പഠിപ്പിക്കാൻ, അതുകൊണ്ട് നമ്മൾ ലീവ് എടുക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ, മുനിസിപ്പൽ ചെയർമാൻ ആയാൽ എയ്ഡഡ് സ്കൂളിൽ നിന്ന് ലീവ് എടുക്കണമെന്ന് നിയമമുണ്ടോ? അയാൾക്ക് പോകാം എയ്ഡഡ് സ്കൂളിലേക്ക്. പക്ഷേ ലീവ് എടുക്കുന്നത് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആ പോസ്റ്റിലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമയമുണ്ടാവില്ല അവിടെ പോയി പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് അവർ ലീവ് എടുക്കുന്നത്, അല്ലാതെ നിയമം അനുവദിക്കാത്തത് കൊണ്ടല്ല ലീവ് എടുക്കുന്നത്. പല ആളുകളും മുൻപ് കോളേജിൽ പ്രൊഫസർമാരായിരുന്നപ്പോ ആയിരുന്നവർ MLA-മാരായിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരൊക്കെ ലീവിന്റെ സമയത്ത് 2 മാസം ലീവ് ആവില്ല, അതിന്റെ മുമ്പ് പോയി ജോയിൻ ചെയ്ത് ആ 2 മാസം കഴിഞ്ഞ് ജൂൺ മാസമാകുമ്പോൾ ലീവ് എടുക്കും എന്ന്. അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ. കള്ളപ്രചരണങ്ങൾ നടത്തുകയാണ്. ഇതൊന്നും തെറ്റല്ല. എന്നിട്ട് പോലും 2006 ലീവ് എടുത്ത് ഏറ്റവും അവസാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലെ, എയ്ഡഡ് കോളേജുകളിലെ അധ്യാപകർ ആണെങ്കിൽ അവർ രാജിവെക്കണമെന്ന് ഹൈക്കോടതി ഒരു നിയമം, ഒരു ഉത്തരവ് കൊണ്ടുവന്നു. ആ ഉത്തരവ് നിലനിൽക്കെയാണ് ഞാൻ നോമിനേഷൻ കൊടുക്കുന്നത്. എനിക്ക് വോളണ്ടറി റിട്ടയർമെന്റ് ചെയ്യാമായിരുന്നു, പക്ഷെ ഹൈക്കോടതി വിധി വന്നത് പെട്ടെന്നാണ്. അതുകൊണ്ട് എനിക്ക് രാജിവെക്കേണ്ടതായിട്ട് വന്നു. ഞാൻ രാജിവെച്ചു, നോമിനേഷൻ കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോ ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ 12.5 വർഷം കോളേജ് അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. ആ 12.5 വർഷത്തെ പെൻഷൻ ആനുകൂല്യം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപേക്ഷ കൊടുത്തത് എന്ത് തെറ്റാണ്? ഞാൻ MLA ആയ കാലാവധിക്കുള്ള പെൻഷൻ എനിക്ക് കിട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ജോലി ചെയ്ത 12.5 കൊല്ലം
ആ 12.5 കൊല്ലത്തിന്റെ പെൻഷൻ എനിക്ക് കിട്ടണം. സാധാരണ അത് അനുവദിച്ചു കൊടുക്കാറുണ്ട്. പലർക്കും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. നിർബന്ധിത സാഹചര്യത്തിൽ രാജിവെക്കേണ്ടി വന്നവർക്ക്. കൊടുക്കാത്തത് വിദേശ രാജ്യങ്ങളിലേക്ക് രാജിവെച്ച് പോയിട്ടുള്ള ആളുകൾക്ക് കൊടുത്തിട്ടില്ല. അവിടെ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി ചെയ്യാൻ വേണ്ടി രാജിവെച്ചവർക്ക് കൊടുത്തിട്ടില്ല. ഇത് രണ്ടുമല്ലല്ലോ എന്റെ കാര്യം. MLA എന്നുള്ള നിലയിൽ എല്ലാ ആനുകൂല്യങ്ങളും കൂട്ടിയാൽ ആകെ മാസം കിട്ടുന്ന, ഇപ്പോൾ കിട്ടുന്ന ശമ്പളവും അലവൻസും എന്ന് പറയുന്നത് 70,000 രൂപയാണ്. എല്ലാ മീറ്റിങ്ങിനും പോയാൽ. കോളേജിൽ അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടുമായിരുന്നത് 1,90,000 രൂപയാണ്. ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് 2 ലക്ഷത്തോളം രൂപ ശമ്പളമായിട്ട് കിട്ടും. ആ സ്ഥാനത്താണ് ഇപ്പോ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുത്താൽ മാത്രം 70,000 രൂപ കിട്ടുന്നു. അപ്പൊ ഞാൻ ജോലി ചെയ്ത 12.5 വർഷം, ഞാനൊരു കോളേജ് അധ്യാപകനായിരുന്നു, ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് നമുക്കുള്ള ഒരു വലിയ അംഗീകാര പത്രവും കൂടിയാണ് ആ പെൻഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി അപേക്ഷിച്ചതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത്? അതിൽ എന്ത് തിരിമറിയാണ് നിങ്ങൾ കാണുന്നത്? തിരിമറിയാണെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടികൾ സ്വീകരിക്കാമല്ലോ. ചെയ്തോളൂ. നിങ്ങൾ ആരെങ്കിലും മുടക്കിയോ? കള്ളപ്രചാര വേലകൾ നടത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബിസിനസ്സിലും ബിനാമിയില്ല, വിദേശത്ത് ബിസിനസ്സും ഇല്ല. ഞങ്ങൾ ഒരു മുതലാളിയുടെയും സഹകരണം അല്ലെങ്കിൽ അവരുടെ പണത്തിന്റെ പിൻബലത്തിൽ എവിടെയും ഒരു ബിസിനസ്സും നടത്തുന്നില്ല. ഞങ്ങൾ ഒരു ബിസിനസ്സിലും സ്ലീപ്പിംഗ് പാർട്ട്ണർമാരല്ല. എനിക്കത് തുറന്നു പറയാൻ വേണ്ടി സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെ തോന്നും, അത് സ്വാഭാവികമാണ്. അവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ യുദ്ധം നടത്തിയിട്ട് താനൂരിൽ കഴിഞ്ഞ തവണ തോറ്റ് തുന്നം പാടിയത് നമുക്കറിയാമല്ലോ. വരുന്ന തെരഞ്ഞെടുപ്പിലും അത് തന്നെയായിരിക്കും ഗതി. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ ഒരു കാരണവശാലും, സാമ്പത്തിക അച്ചടക്കമില്ലാത്തവരും സാമ്പത്തികമായിട്ടുള്ള അഴിമതി നടത്തുന്നവരും സാമ്പത്തിക കാര്യത്തിൽ സത്യസന്ധത പുലർത്താത്തവരും ഒരു കാരണവശാലും ഒരു പൊതു പാർട്ടിയുടെയും സംവിധാനങ്ങളുടെ തലപ്പത്തുണ്ടാകാൻ പാടില്ല, ജനപ്രതിനിധികളാകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു അഭിപ്രായം വ്യക്തമായി സുവ്യക്തമായി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ, വരുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയെ ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഭരണ സംവിധാനത്തിലേക്ക് നയിക്കണം. അതിന് നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.